അവിഹിതങ്ങളുടെ നിയമപുസ്തകം. ഐശ്വര്യ ശ്രീധരൻ. കാർമേഘത്തിൻ്റെ കനത്ത ഗൗരവം പൊട്ടിച്ചിരിയായി പെയ്ത് വാഴയിലയിലും മുറ്റത്തും കുഞ്ഞു നീർച്ചാലുകളായി പിന്നെയൊരു കടലായി കര തേടി അലയുന്നത് കണ്ടിട്ടുണ്ടോ? മഴ പോലെയുള്ള മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അടുക്കള ചുവരുകൾക്കുള്ളിൽ കുടുങ്ങി ഭൂമുഖത്ത് ചാറ്റലായി പോലും പെയ്തറിയിക്കാത്ത മഴകൾ. പെയ്യാത്ത മഴ നദിയാവുന്നത് എങ്ങനെയാണ്? താൻ ഒഴുകുന്ന വഴികളോ വന്നു ചേരുന്ന ബന്ധങ്ങളോ ഊറ്റിക്കുടിച്ച് വളരുന്ന മരങ്ങളോ നദീതടത്തിൽ ഉടലെടുക്കുന്ന സംസ്കാരങ്ങളോ നദി അറിയാറുണ്ടോ? അവരോട് അത് ആരെങ്കിലും പറയാറുണ്ടോ? ഈ കഥ നമുക്കൊരു മഴയിൽ തുടങ്ങാം. മഴ തീരുമ്പോൾ അവസാനിക്കുമോ എന്ന് ചോദിക്കരുത്. അവസാനങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് മുകളിലുള്ള മേഘങ്ങളാണ്. പെയ്ത് അവസാനിക്കുക എന്നത് അവരുടെ മാത്രം തീരുമാനമാണ്. എത്ര ഭംഗിയുള്ള പേരാണ് നദിയെന്ന് 30കളുടെ ആരംഭത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് നദിയാ നീ? ഗംഗയോ യമുനയോ എന്നായിരുന്നു വളരെ കൊച്ചായിരിക്കുമ്പോൾ പലരും ചോദിച്ചത്. സോപ്പ് തേച്ച് നിൽക്കാം, ഒന്ന് കയറിയിറങ്ങി പോവുകയെന്നത് കൗമാര തമാശയാണ്. എനിക്കൊരു തോണിക്കാരനാവണമെന്ന കറുത്ത തമാശയാണ് കുറച്ച് കാഠിന്യമേറിയത്. കെട്ടിയാൻ ഉപേക്ഷിച്ചു പോയ ശാന്തയുടെ മോള് നദിയെന്നത് നാട്ടുകാരുടെ വിശേഷണമാണ്. നാട്ടിൽ ശാന്തമാർ കുന്നുകൂടിയിട്ടല്ല. അവർക്കിങ്ങനെ പറയുമ്പോഴൊരു സുഖം. കെട്ടിയോളെ ഇട്ടേച്ചു പോയി. വേറെ പെണ്ണ് കെട്ടിയ കേശവൻ്റെ മകൾ നദിയും അക്കൂട്ടത്തിൽപ്പെടും. കേശവനും ശാന്തയും ഒരേ വീട്ടിൽ രണ്ട് അപരിചിതരെ പോലെ ജീവിച്ചവരാണ്. അമ്മയ്ക്ക് അച്ഛനെയോ അച്ഛന് അമ്മയെയോ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും ചേട്ടനും ജനിച്ചത് തന്നെ ഏതോ അപകട നിമിഷത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട്. വിചിത്രമായ മഴകളോടൊപ്പമായിരുന്നു കുട്ടിക്കാലം. ബാല്യത്തിൻ്റെ തീരങ്ങൾക്ക് അച്ഛൻ്റെ കള്ളുമണമാണ്. ചോർന്നൊലിക്കുന്ന കാലവർഷക്കെടുതിയിൽ അടുക്കള മാത്രം കണി കണ്ടിരുന്ന പാത്രങ്ങൾ വീടിൻ്റെ ഓരോ മൂലകളിലിരുന്ന് കുളിക്കും. ഉടുമുണ്ടഴിഞ്ഞതുപോലും അറിയാതെ വരാന്തയിൽ ഇറങ്ങുന്ന അച്ഛനെ ചേട്ടനും ഞാനും ചേർന്ന് അകത്തേക്ക് വലിച്ചു വെച്ച് കൊണ്ടുപോകും. അശാന്തമായി അമ്മയപ്പോൾ കരിത്തുള്ളി പെയ്യും. അച്ഛൻ കുടിക്കുന്നതിൻ്റെ കാരണങ്ങളോ പേരിനൊട്ടും യോജിക്കാത്ത അമ്മയുടെ ദേഷ്യത്തിൻ്റെ കാരണങ്ങളോ തീർത്തും അവ്യക്തമാണ്. ഒരിക്കലും ഒത്തുപോവാനാവാത്ത രണ്ടുപേർ പരസ്പരം അഭിനയിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാവും അതിലൊരാൾ പടിയിറങ്ങുന്നത്. മക്കൾ കഴിച്ചോ ഉറങ്ങിയോ എന്നൊന്നും അന്വേഷിക്കാത്ത അച്ഛൻ ഉപേക്ഷിച്ചു പോകുമ്പോൾ ചേട്ടായി എനിക്ക് ചുവന്ന റിബണിലൊരു പൂവുണ്ടാക്കുകയായിരുന്നു. അച്ഛൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വന്നു. പിന്നീട് അറിയുന്നത് ആരെയോ കല്യാണം കഴിച്ചെന്നാണ്. പിന്നെ സഹതാപത്തിൽ പൊതിഞ്ഞ പരിഹാസ നോട്ടങ്ങളാണ് ഓരോരുത്തരെയും കണ്ണുകളിൽ. ഒറ്റയ്ക്ക് ഒഴുകി തീരേണ്ട ജീവിതത്തിൻ്റെ നീളം കൂടുതൽ കണ്ടാണ് കുടുംബക്കാരെല്ലാവരും കൂടി കെട്ടിക്കാൻ തീരുമാനിക്കുന്നത്. പേരിൻ്റെ പിറകിലെ ജയദേവൻ്റെ രംഗപ്രവേശനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് 18 കഴിഞ്ഞതിൻ്റെ അടുത്ത മാസമായിരുന്നു ആ ശുഭമുഹൂർത്തം. ഈ ജീവിതം ജയദേവൻ തന്ന ദാനമാണ്. അച്ഛനുപേക്ഷിച്ചു പോയ ഒരു പെൺകുട്ടിക്ക് ഒറ്റ പൈസ സ്ത്രീധനം വാങ്ങാതെ കിട്ടിയ ജീവിതം. ജീവിതം ആരെങ്കിലും തന്നാൽ കിട്ടുന്ന സാധനം ആണെന്ന പ്രപഞ്ച രഹസ്യം പെണ്ണായി പിറന്നവരെല്ലാം പലവട്ടം അറിഞ്ഞു കാണുമല്ലോ. എല്ലാ പരീക്ഷയ്ക്കും തോറ്റുപോയ കുട്ടിയെ പോലെയാണ് കല്യാണപ്പന്തലിരുന്നത്. കല്യാണപ്പട്ട് അരയിൽ തിരുകാൻ 2 പാവാടയാണ് മഹാനായ ജയദേവൻ്റെ സഹോദരിമാർ എന്നെ ചുറ്റിപ്പിച്ചത്. താലി കെട്ടിയും വലം വച്ചതും കല്യാണ സദ്യ കഴിച്ചതുമൊക്കെ ആരുടെയോ കല്യാണം കൂടുന്ന പോലെയായിരുന്നു. അങ്ങനെ നദി കല്യാണം കഴിക്കുന്നു. ദാനമായി കിട്ടിയ ജീവിതത്തെക്കുറിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളാണെന്ന് ബോധമില്ലായ്മ, പറയുന്നത് കേൾക്കാൻ അങ്ങേ തലയ്ക്കൽ ഒരാളില്ലായ്മ. ഈ ചിന്തകളൊക്കെ വേട്ടയാടുന്ന ഒരുവൾ എപ്പോഴും നിശബ്ദയായിരിക്കുമല്ലോ. ആദ്യരാത്രിയുടെ അർത്ഥമറിയാത്തവളാണ് മണിയറയിൽ ചെല്ലുന്നത്. അന്ന് നിലവിളി വിഴുങ്ങിയ നഗ്ന ശരീരം വിറപ്പുകൊണ്ട് പനിച്ചു. മനസ്സും ശരീരവും പാകപ്പെടാത്തവർക്ക് ആദ്യരാത്രി തീർത്തും പീഡനമായിരിക്കുമല്ലോ. അയാൾ പീഡിപ്പിച്ചു. മദ്യത്തിൻ്റെ മണം, ബലമേറിയ കൈകൾ, എതിർപ്പുകൾ അവഗണിച്ച് 35 കിലോ ഭാരമുള്ള നദിയിൽ കൂറ്റൻമല വീണതുപോലെ. ശ്വാസം മുട്ടി ചത്തു പോവേണ്ടതായിരുന്നു. ലൈംഗികത എന്ന വാക്ക് അത്രമേൽ അശ്ലീലമെന്ന് ചിന്തിക്കുന്നവൾക്ക് ശരീരം എന്തെന്നോ സങ്കലനമെന്തെന്നോ എങ്ങനെ അറിയാനാണ്? മൂത്രമൊഴിക്കുമ്പോൾ വേദന കൊണ്ട് നിലവിളിച്ചതോ കാലുകൾ വേച്ചു നടന്നതോ ജയദേവൻ കണ്ടില്ല. പുതിയ മെത്തയും കറങ്ങുന്ന ഫാനും മാത്രം അറിഞ്ഞ ഒരു പീഡനം കുഞ്ഞു മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി. അമ്മയുടെ ശാന്തമില്ലാത്ത സ്വഭാവത്തിൻ്റെ കാരണം ഇതായിരിക്കുമോ എന്നൊക്കെ ആ രാത്രിയിൽ തന്നെ ഞാൻ ചിന്തിച്ചു. ദാനം തന്ന ജീവൻ വെളുപ്പിനുണർന്നില്ല. വൈകി എണീറ്റ് പതുക്കെ നടന്നപ്പോഴൊന്നും ജയദേവൻ്റെ വീട്ടുകാർ എന്തു പറ്റിയെന്ന് ചോദിച്ചില്ല. കുളി കഴിഞ്ഞ് വേട്ടക്കാരൻ ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ കളിച്ച് ചിരിച്ചു നടക്കുന്നു. വേഗം കുളിച്ചൊരുങ്ങി വായെന്ന് പറയുന്നു. ജീവിതം തൻ്റെ മുഖം വിചിത്രമാണെന്ന് ഇടയ്ക്കിടെ എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പച്ചിയുടെ മകൾ ഷൈമ ചേച്ചിയുടേതാണ് ഞാൻ കാണുന്ന ആദ്യത്തെ വിവാഹം. ചെറുക്കൻ്റെ വീട്ടിലേക്ക് പുലർച്ചെ തന്നെ രാത്രിയിൽ ഉറക്കം വരാത്ത അപ്പച്ചി വിളിച്ചു.
ഷൈമ ചേച്ചി അമ്മയെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പച്ചി ആദ്യ ബസ്സിന് മോളെ കാണാൻ പോയി. വീട്ടിൽ ഫോണില്ലാത്ത എൻ്റെ അമ്മ വിളിക്കുമെന്നോ രാത്രിയിൽ നന്നായി ഉറങ്ങാൻ സാധ്യതയുള്ള അവർ കാണാൻ വരുമെന്നോ ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. എന്നെ തിരഞ്ഞ് ആരും വന്നില്ല. ചുറ്റും അപരിചിതമായ വീടും ആളുകളും മാത്രം. അയാൾ നന്നായി കുടുംബം നോക്കി. വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കി നടത്തി. വിലപിടിപ്പുള്ള വസ്ത്രവും ആഭരണങ്ങളും വാങ്ങിത്തന്നു. ഓരോ കുടുംബ വീട്ടിലെ വിരുന്നിനും ജയദേവൻ്റെ മഹത്വം കേട്ട് എൻ്റെ ചെവി തഴമ്പിച്ചു. മനസ്സിൽ അപ്പോഴൊക്കെ വേദനിപ്പിച്ച കൂറ്റൻ മലയുടെ ചിത്രം മിന്നിമാഞ്ഞു. വീട്ടുജോലികൾ കഴിഞ്ഞ് അണിഞ്ഞൊരുങ്ങിയിരിക്കുക, സാരി ഉടുക്കാൻ ശീലിക്കുക, പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക എന്നീ ദിനചര്യകൾക്കിടയിൽ ഞാൻ ഒഴുകി തുടങ്ങി. രാത്രിയിൽ നദിക്ക് മുകളിൽ മല കിടന്നുറങ്ങി. വേദനകൾ ശീലമായതിൻ്റെ അനന്തരഫലമായി ഛർദ്ദിച്ചു. വയറു വീർത്തു. മകനുണ്ടായി. 9 മാസത്തിൻ്റെ വലിപ്പം 3 വരിയിൽ കുറിച്ചതല്ല. കഷ്ടപ്പാടുകൾ നിരത്തി പറയുന്നവരെ കേൾക്കാൻ ആർക്കാണ് നേരം? മകൻ്റെ 1-ാം പിറന്നാളിൻ്റെ കേക്ക് മുറിക്കുമ്പോൾ വയറ്റിനകത്തെ പാത്തുവിന് 6 മാസമായിരുന്നു. എല്ലാ പീഡനങ്ങളും വളരെ സ്വാഭാവികമാണെന്ന് കാലം എന്നെ പഠിപ്പിച്ചു. പാത്തു ജനിച്ചപ്പോൾ കണ്ണനുള്ള പാല് കുറഞ്ഞു. അമ്മ വീട്ടിൽ പ്രസവാനന്തര വിശ്രമത്തിന് പോയ ഞാൻ വീട്ടിലെ സകല പണികളും ചെയ്തു. അമ്മ പഞ്ചായത്ത് പണിയും. വിശ്രമം കുട്ടിക്ക് മാത്രമായിരുന്നു. അമ്മ മക്കളെ കൊഞ്ചിച്ചില്ല. കണ്ണൻ ആൺകുട്ടിയായതിനാലും വെളുത്തതിനാലും ഇടയ്ക്കൊന്ന് അവനെ നോക്കി ചിരിക്കും. പാത്തുവിനെ അമ്മയൊരിക്കലും എടുത്തിരുന്നില്ല. ചേട്ടായി ഉണ്ടായിരുന്നെങ്കിലെന്ന് കണ്ണൻ ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും. 10-ാം ക്ലാസ്സിലെ TC വാങ്ങാൻ പോയത് കല്യാണം കഴിഞ്ഞ ശേഷമാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടും പഠിത്തം തുടരാനാവാത്ത എൻ്റെയും 10-ാം തര പരീക്ഷ എഴുതാതെ പോയ ചേട്ടായിയുടെയും TCയാണ് പടിയിറങ്ങാതെ ഓഫീസ് മുറിക്ക് അകത്തുള്ളത്. നെറ്റിയിൽ സിന്ദൂരം വച്ച എന്നെ കണ്ടുകൊണ്ടാവും മലയാളം ടീച്ചർ ഒത്തിരി സങ്കടപ്പെട്ടു. മലയാളത്തിന് A+ ഉണ്ടല്ലോ മോളെ, കല്യാണം കഴിഞ്ഞാലും പഠിക്കണം. നിന്റെ ചേട്ടൻ എത്ര മിടുക്കനായിരുന്നു. പ്രസാദിനെ പോലെ ഒരു പയ്യനെ എങ്ങനെ മറക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത വേദന തോന്നി. ജീവിതം 3 ആളിൽ വളർന്നു തുടങ്ങി. ഒതുങ്ങിയെന്ന് പറയരുതല്ലോ. മക്കൾക്ക് വേണ്ടി, കെട്ടിയവന് വേണ്ടി എല്ലാവരെയും പോലെ ജീവിച്ച് ശീലിച്ചു. കെട്ടിയവൻ്റെ ഇഷ്ടം, കണ്ണൻ്റെ ഇഷ്ടം, പാത്തുവിൻ്റെ ഇഷ്ടം. ജീവിതത്തെ പലപ്പോഴും ഞാൻ 2ആയി വിഭജിച്ചു. 15 വർഷത്തെ ജയദേവനുമായുള്ള ജീവിതം, 18 വർഷത്തെ അമ്മയുമായുള്ള ജീവിതം. അച്ഛനുപേക്ഷിച്ചവൾ എന്ന കുത്തുവാക്കിൽ നിന്നും ഒന്നും കൊണ്ടുവന്നില്ലെന്ന അമ്മായിയമ്മ വാക്കിലേക്കുള്ള ദൂരം മാത്രമേ ഓർമ്മയിലുള്ളൂ. ശരിയാണല്ലോ. സ്ത്രീധനം വാങ്ങാതെ 2 മക്കൾക്ക് ഒരു തരി പൊന്നു കൊണ്ടുവരാത്തവളെ കുത്താതിരിക്കാൻ അമ്മായിയമ്മയ്ക്ക് കഴിയുമോ? ഇങ്ങോട്ട് പൊന്നിട്ട് കെട്ടിയാൽ പിന്നെ പറയുക തന്നെ വേണ്ട. ചെന്നുകയറുന്ന വീട്ടിലെ പെണ്ണിൻ്റെ അന്തസ്സ് അവളുടെ വീടിൻ്റെ അടിത്തറ പോലെ ഇരിക്കും. അടിത്തറ കള്ളും കുടിച്ച് എന്നോ ഇറങ്ങിപ്പോയതല്ലേ. ആരോടും പരിഭവപ്പെടാനില്ല. കൂടെയുള്ള അമ്മയ്ക്കാണെങ്കിൽ എന്നെ വെള്ളം തളിച്ച് വിട്ട മട്ടാണ്. മക്കളുടെ പിറന്നാളിനോ വീട്ടിലെ വിശേഷങ്ങൾക്കോ 3-ാമനെ പോലെ വന്നു പോവും. കയ്യിലൊരു ഉടുപ്പോ മിഠായിയോ പോലും കരുതില്ല. ആരോടും മിണ്ടില്ല. മിണ്ടിയാൽ തന്നെ പിണങ്ങും. എന്നോട് പ്രത്യേകിച്ചും. അടുത്ത ഒത്തുകൂടലിന് ഓർത്തിരിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി പിന്നെ ഒന്നും പറയാതെയൊരു ഇറങ്ങിപ്പോക്കാണ്. കെട്ടിയൻ വെറുതെയല്ല ഉപേക്ഷിച്ച് പോയതെന്ന് കൂടെയുള്ളവർ ഞാൻ കേൾക്കത്തക്ക വിധം കുറച്ചുറക്കെ പറയും. പിന്നെ പിന്നെ അതെനിക്ക് ശീലമായി തുടങ്ങി. അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞെന്നെ ആരും ആശ്വസിപ്പിക്കേണ്ടതില്ല. ഇത്തരം കഠിനമായ സിലബസ് എല്ലാ കുടുംബങ്ങളിലും കാണുമല്ലോ. ജയദേവൻ എന്നെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്തിനായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. 2 വിചിത്ര സ്വഭാവമുള്ള അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുക്കുക പ്രയാസമേറിയ വിഷയമാണ്. എനിക്ക് ചുറ്റും സാധാരണ മനുഷ്യ സ്വഭാവമുള്ളവർ ആരാണുള്ളത്? മക്കളെയെങ്കിലും മനുഷ്യരാക്കണമെന്നുണ്ടായിരുന്നു. കണ്ണന് പൊടിമീശ വന്നു. പാത്തുവിൻ്റെ തിരണ്ട് കല്യാണം കഴിഞ്ഞു. ഈയിടെയായിട്ടാണ് ഒരാവശ്യമില്ലാത്ത ചിന്തകൾ എന്നെ വേട്ടയാടി തുടങ്ങുന്നത്. എൻ്റെ കൗമാരത്തെ ഞാൻ പോലും പരിഗണിക്കാത്തതിൻ്റെ വിഷമം. അമ്മയോടോ അതോ ഉപേക്ഷിച്ചു പോയ അച്ഛനോടോ ഉറക്കെ വിളിച്ചു പറഞ്ഞ് കരയണമെന്ന് തോന്നി. കണ്ണാടി നോക്കി നാണിച്ചു നിൽക്കാൻ പോലും സമയം തരാത്ത ജീവിതാനുഭവങ്ങളെ ഒറ്റയ്ക്കിരുന്ന് ശപിച്ചു. എൻ്റെ 16കളിൽ പ്രണയപൂർവ്വം ചേർത്ത് നിർത്താൻ ഒരു കാമുകനുണ്ടായിരുന്നില്ല. 2 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിന് പലരും പല പേരുകളിടാറുണ്ട്. മോശമായി പെരുമാറാൻ ശ്രമിക്കാറുണ്ട്. എത്രയോ വട്ടം വാതിലിൽ കട്ടിയുള്ള മരക്കസേരയും തലയണയ്ക്ക് താഴെ കൊയ്ത്തരിവാളും വച്ചുറങ്ങിയിട്ടുണ്ട്. ആരോടും സംസാരിക്കാതെ ഭൂമിയോളം താഴ്ന്നു നടന്നുകൊണ്ടോ എന്തോ മുകളിലൊരു ആകാശമുള്ളത് മനഃപൂർവ്വം കാണാതിരുന്നു. പ്രണയം വിലക്കപ്പെട്ടതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മക്കൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് അമ്മ പ്രണയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു മോഹം 30കളുടെ തുടക്കത്തിൽ മുളയ്ക്കുന്നൊരു പെണ്ണിനെ നിങ്ങളെന്ത് പേരിട്ടാവും വിളിക്കുക? അല്ലെങ്കിൽ തന്നെ ഇത്രയും വിചിത്ര അനുഭവങ്ങളുള്ള പെണ്ണിന് പ്രണയത്തിൻ്റെ കുറവ് ഒരു കുറവാണോ? അവൾക്ക് അവളെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവിനെ പ്രണയിച്ചു കൂടെ എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. പീഡിപ്പിച്ചയാളെ പ്രേമിക്കാനാവുമോ? പ്രണയമില്ലാത്ത ഈ ജീവിതം അപൂർണമാണെന്ന എൻ്റെ വൈകി വന്ന ബോധത്തെ നിങ്ങൾ എങ്ങനെയാവും അവഹേളിക്കുക?
ചിലർ അങ്ങനെയാണ്. അവർക്കിഷ്ടമുള്ള രീതിയിൽ അവരെ പ്രണയിക്കുന്ന ഏതോ ഒരു കാമുകനെ തേടും. ഹൃദയത്തോട് ചേർത്ത് നിർത്തി വരയ്ക്കാൻ ശ്രമിക്കും. അവഹിതങ്ങൾക്കൊരു നിയമ പുസ്തകം എഴുതും. പെണ്ണിൻ്റെ പ്രണയം വാക്കുകളോടാണ്, വർണ്ണനകളോടാണ്. കലയും സാഹിത്യവുമൊക്കെ അവരെ പെട്ടെന്ന് മയക്കും. കലാകാരന്മാർക്ക് പൊതുവെ ആരാധികമാർ കൂടുതലാണല്ലോ. വീട്ടമ്മമാരെ വളയ്ക്കാൻ എളുപ്പമാണ്. അവരോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാൽ മതി, കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. കരുതലുകൾ ഇല്ലാതാവുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന ഇഴവള്ളികൾക്ക് കുഞ്ഞു മരത്തിൽ കയറി ആകാശത്തിലും ഭൂമിക്കുമിടയിൽ നിൽക്കാൻ തോന്നും. അതുപോലെ ഒരവസ്ഥയിൽ അവർ വീട്ടിനകത്തെ ഇല്ലാത്ത മണ്ണിൽ തലങ്ങും വിലങ്ങും ചുറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ സ്വയം നഷ്ടപ്പെട്ട പോലെയാവും. ആരെയൊക്കെയോ എഴുതുന്ന 4 വരികളിൽ ഇവിടെ ഞാനുമുണ്ടല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടും. പ്രണയിക്കപ്പെടുന്നവരുടെ ആഘോഷങ്ങൾ കാണുമ്പോൾ മുകളിലോട്ട് നീക്കി മറയ്ക്കും. അവളുടെ സ്റ്റാറ്റസുകൾക്ക് വിരഹത്തിൻ്റെ മണമായിരിക്കും. കണ്ണാടിയിൽ നോക്കി വെളുത്ത സോക്സിട്ട മുടിനാരുകളെ വലിച്ചെടുത്ത് നിനക്ക് ജനിക്കാൻ ഇനിയും സമയമായിട്ടില്ലെന്ന് ആവർത്തിച്ചു പറയും. തടി കൂടിപ്പോയെന്നും മാറ് തൂങ്ങിപ്പോയെന്നും വയറു ചാടിപ്പോയെന്നും തിരിച്ചു പറഞ്ഞ് കണ്ണാടി അവരെ ആൻറ്റി എന്ന് നീട്ടി വിളിക്കും. മനസ്സിനാണ് സൗന്ദര്യം എന്നൊക്കെ പറയാമെങ്കിലും ശരീരത്തിൻ്റെ സൗന്ദര്യം തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണനയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിറം. വെളുപ്പാണ് സൗന്ദര്യമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കറുപ്പിന് 7 അഴകെന്ന് പറഞ്ഞവരൊക്കെ വെളുത്തവരാണല്ലോ. എൻ്റെ ക്ലാസ്സിലെ വെളുത്ത പെൺകുട്ടികളോട് മാത്രമാണ് ആൺകുട്ടികൾ നോട്ട് പുസ്തകങ്ങൾ ചോദിക്കാറുള്ളത്. അവരൊന്നും പഠിക്കുന്നവരല്ലെങ്കിൽ കൂടി അവരോട് മാത്രം ചോദിക്കാൻ ഇവന്മാർക്ക് 100 സംശയങ്ങൾ കാണും. വാലിട്ട് കണ്ണെഴുതിയാലും മുല്ലപ്പൂ ചൂടി വന്നാലും കറുത്ത പെൺകുട്ടികളോട് കൂട്ടുകൂടാൻ അധികമാരും ശ്രമിക്കാറില്ല. ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് തന്നെ ഞാൻ ഈ ലോകത്തേ ഇല്ല എന്ന മട്ടിലാണല്ലോ. പ്രാചീന അച്ചടക്കത്തിൻ്റെ 3 മഹാഗ്രന്ഥങ്ങൾ എഴുതുവാൻ മാത്രം അച്ചടക്കമുള്ള നദിയായിരുന്നു ഞാൻ. പറയത്തക്ക ഭംഗിയില്ല, യൂണിഫോം ഒരിക്കലും ഇസ്തിരി ഇട്ടിട്ടില്ല, വെളുത്തതല്ല എന്നിങ്ങനെയുള്ള അപക്ഷത ബോധം എന്നോടൊപ്പം വളർന്നു. നീ കാണാൻ കൊള്ളില്ലെന്ന് ആരും തുറന്നു പറഞ്ഞിട്ടല്ല. ആരും അടുക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഇതൊക്കെയാവാമെന്ന് ഊഹിക്കാമല്ലോ. പേരിൻ്റെ പേരിലെ ചുരുക്കം ചില തമാശകൾ ഒഴിച്ചാൽ എന്നോടാരും അധികം സംസാരിക്കാൻ വരാറില്ല. ഞാൻ ഭംഗിയില്ല എന്നതിനേക്കാൾ സങ്കടകരമാണ് എനിക്ക് കൂടുതൽ ഭംഗിയുള്ള കൂട്ടുകാരികൾ ഉണ്ടായിരിക്കുക എന്നത്. ഞാനും അവരെ പോലെയൊക്കെ ആവേണ്ടതായിരുന്നു. സമാധാനപരമായ കുടുംബത്തിൻ്റെ സൗന്ദര്യം അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ബാല്യം നശിപ്പിക്കുന്നത് അവരെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നദിക്ക് നിറമില്ലെങ്കിലും എനിക്ക് നിറം പലതായിരുന്നു. സൗന്ദര്യത്തെ പരിപാലിക്കേണ്ട പ്രായത്തിൽ അതിനുള്ള സമയം തീരെയുണ്ടായിരുന്നില്ല. മഞ്ഞൾ തേച്ച് കുളിച്ചത് തന്നെ വല്ലപ്പോഴുമാണ്. ചേട്ടനാണ് എന്നെ അണിയിച്ചൊരുക്കാൻ ശ്രമിക്കാറുള്ളത്. അമ്മയൊരു കൺമഷിയോ ചാന്തുപൊട്ടോ വാങ്ങി തന്നിട്ടില്ല. ചേട്ടനും കൂട്ടുകാരും പുഴയിൽ മീൻ പിടിക്കാൻ പോകും. അടുത്തുള്ള വീടുകളിൽ കൊടുത്ത് പൈസ മേടിക്കും. എനിക്ക് കമ്മൽ, വള, പൊട്ട് എല്ലാം മേടിച്ചു തരും. ജീവിതത്തിൽ എനിക്കും ആരെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കാനെങ്കിലും ചേട്ടനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളൊക്കെ ഓർത്തിരുന്ന ഒരാൾ. ചേട്ടനുണ്ടായിരുന്നപ്പോൾ എനിക്ക് പിറന്നാളുണ്ടായിരുന്നു. പ്രഭാകരേട്ടൻ്റെ ചായക്കടയിൽ നിന്നും ബൺ മുറിച്ച് ആഘോഷിച്ചിരുന്നു. അമ്മയോട് പറഞ്ഞാൽ തന്നെ നശിച്ച ദിവസത്തെ ഓർമ്മിപ്പിക്കലേ എന്ന് പറയും. അന്നും കഞ്ഞിയും ചുട്ട പപ്പടവും മാത്രമേ ഉണ്ടാക്കൂ. ഒരാവശ്യത്തിനും അമ്മ പൈസ ചിലവാക്കാറില്ല. ചേട്ടനെ അന്ന് കൃത്യസമയത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കൊരു നട്ടെല്ലുണ്ടാവുമായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഓർക്കാൻ തന്നെ പേടിയാണ്. അന്നത്തെ രാത്രിയുടെ ഇരുട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ പകലുകൾ ഇല്ലാതാക്കിയത്. ഏതോ ലോറി ഇടിച്ചതാണ്. ചെന്ന് വീണത് പുഴവക്കിലും. മീനുകളും ചേട്ടനും ഒരുമിച്ച് പിടഞ്ഞു കാണണം. നേരം വെളുക്കുവോളം രക്തം വാർന്നൊഴുകി കിടന്നിരിക്കണം. അമ്മയോട് എത്രയോ തവണ ചേട്ടനെ തിരക്കി ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ തളർന്നു. അറിയാവുന്ന സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോയി. പുഴയോർത്ത് മാത്രം പോയില്ല. ആഴങ്ങളിൽ നീന്തിക്കളിച്ചവൻ നിശബ്ദനായി ഉറങ്ങി. പുലർച്ചയ്ക്ക് ചേട്ടനെ കണ്ടെത്തുമ്പോഴും ശ്വാസമുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രിയിലെ വരാന്തയിൽ ചേട്ടനെയും കൊണ്ട് ഡോക്ടർ വരുന്നതുവരെ വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഏങ്ങി ഏങ്ങി കരഞ്ഞു. വലിയ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ഞാനും നാട്ടുകാരും എത്ര പറഞ്ഞിട്ടും അമ്മ സമ്മതിച്ചില്ല. ഡോക്ടർ വന്നതിന് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ആംബുലൻസിൽ കയറ്റുമ്പോഴാണ് ചേട്ടന് അപസ്മാരം വന്നത്. വിറച്ച് വിറച്ച് നിശ്ചലമായ ആ കാഴ്ച പൾസ് നോക്കി ഡോക്ടർ മരണം സ്ഥിരീകരിച്ച നിമിഷം കൂടെ ഞാനും മരിച്ചിരുന്നു. മരിച്ചത് ചേട്ടനല്ല, അച്ഛനും അമ്മയുമായിരുന്നു. അമ്മയുടെ ഒറ്റ പൈസയും ചിലവാക്കാതെ ചേട്ടൻ പോയി. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. അച്ഛൻ എന്നാണ് വീട്ടിൽ ഒരിക്കൽ കൂടി വന്നത്. നീ അവനെ കൊന്നുവല്ലേടി എന്ന് പറഞ്ഞ് ഒരുപാട് ബഹളമുണ്ടാക്കി. അമ്മയിൽ ഒരു കൊലപാതകിയുടെ മുഖം ആർക്കെങ്കിലും കാണാൻ ഒക്കുമോ? കഥയിലും സിനിമയിലും കാണുന്നത് പോലെയുള്ള അമ്മമാർ എല്ലാവർക്കും കിട്ടണമെന്നുണ്ടോ? അമ്മയെന്ന് കരഞ്ഞില്ല. നഷ്ടം എനിക്ക് മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ ഭൂതകാലത്ത് ഓർത്ത് കരഞ്ഞിരിക്കാൻ സമയം എവിടെയാണ്? അതൊക്കെ കേട്ടിരിക്കാൻ കൂടെ ആരാണുള്ളത്? മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന അമ്മമാരുടെ കഥകൾക്കിടയിൽ ഇതുപോലുള്ള കഥകൾ പറഞ്ഞ് അമ്മയെന്ന പദത്തെ അപമാനിക്കണമോ?
ബാങ്കിലെ പൈസ എടുക്കാമായിരുന്നില്ലേ ശാന്തയെന്ന് അപ്പച്ചി ചോദിച്ചപ്പോഴാണ് അമ്മ എന്ന് അവരെ വിളിക്കുന്നത് പോലും ഞാൻ നിർത്തിയത്. അന്നു മുതൽ ചില മൂളലുകളിൽ മാത്രം സംസാരങ്ങൾ ചുരുങ്ങി. എൻ്റെ ജീവിതം വല്ലാത്തൊരു ദുരന്ത നാടകമാണല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ദൈവം ഒട്ടും നീതിമാനല്ല. അയാൾക്ക് സന്തോഷവും സങ്കടവും കൃത്യമായി വീതിച്ചു കൊടുക്കാൻ അറിയില്ല. ഇത്തിരി ചിരിച്ച കുറ്റത്തിന് ഏറെ നേരം കരയിപ്പിക്കുന്ന ദൈവം. കണ്ണനെ കാണുമ്പോഴൊക്കെ ചേട്ടന് ഓർത്തു പോവും. ഒരു ഫോട്ടോ പോലും കയ്യിലില്ല എന്ന വേദന അവനെ കാണുമ്പോൾ തീരും. അവനിപ്പോൾ വലിയ ചെക്കനായിരിക്കുന്നു. പാത്തുവിനൊപ്പം കളിക്കുമ്പോൾ, അച്ഛനുമായി സംസാരിച്ചിരിക്കുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ വായിക്കപ്പെടേണ്ട ചേട്ടൻ്റെ മനസ്സ് എനിക്ക് മുന്നിൽ തുറന്നു കിടക്കും. പാത്തു അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുമ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പാവാടക്കാരി എൻ്റെ മുന്നിൽ തല കുനിച്ചിരിക്കും. പിള്ളേർക്ക് ജയദേവൻ നല്ലൊരു അച്ഛനാണ്. പിള്ളേരില്ലാതെ വീട്ടിൽ ഒറ്റപ്പെടുമ്പോഴാണ് അയാൾ യജമാനും ഞാൻ അടിമയുമാണെന്ന സത്യത്തോട് പൊരുത്തപ്പെടേണ്ടത്. എനിക്കിഷ്ടമുള്ള ഇളയരാജയുടെ പാട്ട് കേട്ട് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ വെറുതെ വന്ന് ഓഫാക്കി പോകും. 4 തവണ ഹെഡ്സെറ്റ് മുറിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഇളയരാജ പിന്നീട് പാടിയതേയില്ല. പച്ചക്കത്തിയാൽ മെസ്സഞ്ചറിൽ പറന്നു വന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. ഈ ചോദ്യത്തിന് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. അപ്പച്ചിയോ ഷൈമ ചേച്ചിയോ വല്ലപ്പോഴും വിളിച്ചാൽ 5 മിനിറ്റിന് ഒരു തവണ എന്നെ നോക്കും, പിന്നെയൊന്ന് ചുമയ്ക്കും. ജയദേവൻ്റെ അമ്മ ഓരോ തവണയും എനിക്ക് ഈ കുടുംബത്തോടുള്ള കടപ്പാട് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഈ കല്യാണക്കുട്ടിയുടെ കെട്ടിയൻ ചത്തുപോയതാ, ഇട്ടേച്ചു പോയതല്ല. അക്കാലത്ത് 40 പവൻ കൊണ്ട് കയറി വന്നതാ ഞാൻ. ഈ അലമാര ജയദേവനെ പ്രസവിച്ചു വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നതാ. കട്ടിലെ തേക്കിൻ്റെയാ. ഇളയതിനെ താഴെ കെടുത്തുന്നത് കണ്ടപ്പോൾ എൻ്റെ അപ്പച്ചനുണ്ടാക്കിച്ചതാ. ആദ്യ പ്രസവം പെണ്ണു വീട്ടുകാർക്കാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ പാട്ടുകൾ. അടിച്ചു വാരുമ്പോൾ, തുടയ്ക്കുമ്പോൾ, അലമാര തുറക്കുമ്പോൾ, പച്ചക്കറിയും പലചരക്കു സാധനങ്ങളും തീർന്നെന്ന് പറയുമ്പോൾ ജയദേവൻ്റെ അമ്മ തോന്നിയ രാഗത്തിൽ പാടും. ജയദേവൻ്റെ ഇഷ്ടനിറത്തിലുള്ള സാരികളാണ് അലമാര നിറയെ. പച്ചയും നീലയും കറുപ്പും വെളുപ്പും. എനിക്കിഷ്ടം ചുവന്ന നിറത്തിനോടാണ്. ചുവപ്പ് വേശികളുടെ നിറമാണെന്നാണ് ജയദേവൻ്റെ കണ്ടുപിടുത്തം. മതത്തിനും രാഷ്ട്രീയത്തിനും ഇടയിൽ കിടന്ന് ചക്രവാശ്വാസം വലിക്കുമ്പോൾ ഇതുപോലുള്ള ആരോപണങ്ങളോട് ചുവപ്പ് എന്ത് പ്രതികരിക്കാനാണ്? പിന്നീട് ചുവപ്പിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവർ നമുക്ക് നേരെ നീട്ടുന്നതങ്ങ് സ്വീകരിക്കുക. വീടിൻ്റെ അകവും പുറവുമെല്ലാം ജയദേവൻ്റെ ഇഷ്ടങ്ങളാണ്. ചെമ്പരത്തി പൂത്തലയാത്ത പൂന്തോട്ടങ്ങളാണ്. അടുക്കളയിൽ വേവുന്നത് ജയദേവൻ്റെ രുചിയാണ്. ആളുകളൊക്കെ കൂടുമ്പോൾ അയാളെന്നെ പ്രണയിക്കുന്ന പോലെ അഭിനയിക്കാറുണ്ട്. നടക്കുമ്പോൾ വിരൽ കോർത്ത് പിടിക്കും, തോളത്ത് കൈയിടും. കാണുന്നവർക്ക് വർഷം 10 കഴിഞ്ഞിട്ടും ഇവരിപ്പോഴും മധുവിധ ആഘോഷിക്കുകയാണോ എന്ന് തോന്നും. വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ വന്ന് സംസാരിക്കാറില്ല, ചിരിക്കാറില്ല, യാതൊരു പരിചയവും കാണിക്കാറില്ല. അദ്ദേഹത്തിന് അണിയിച്ചൊരുക്കി നടത്താൻ ഒരു ഭാര്യയെ വേണം. ഒരു പരിധിവരെ ഇതൊക്കെ സ്വാഭാവികമെന്ന് ഞാനും കരുതിയതാണ്. ഇതെല്ലാം പ്രശ്നങ്ങളായി കാണുവാനുള്ള സമയം കൊണ്ട് ഞാൻ 2 തുണി കൂടുതൽ അലക്കും. പക്ഷേ ഇപ്പോഴെനിക്ക് വയ്യ. കിട്ടാതെ പോയ എല്ലാത്തിനും പകരമായി എനിക്കൊരു കാമുകനെ വേണം. ഞാനും സ്നേഹിക്കപ്പെടണം, ആസ്വദിക്കപ്പെടണം. 2 പെറ്റ തള്ളയ്ക്ക് ഇതെന്തിൻ്റെ കേടാണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പെറ്റതൊന്നും പ്രണയത്തിലൂടെ ആയിരുന്നില്ലെന്ന് വിളിച്ചു പറയണം. അവരൊന്നും മല പോലെയുള്ള കിടപ്പറ രഹസ്യങ്ങൾ അറിയുന്നില്ലല്ലോ. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവർ ആരാണുണ്ടാവുക? മോഹൻലാലിനെ പോലെ പിറകിൽ നിന്നും കെട്ടിപ്പിടിക്കുന്ന ഒരുത്തൻ, പനിച്ച് വിറച്ചു കിടക്കുമ്പോൾ കാപ്പിയിട്ട് തരുന്ന ഒരുത്തൻ, അണിഞ്ഞൊരുങ്ങി നിന്നാൽ വായി നോക്കുന്ന ഒരുത്തൻ, കണ്ണുകൊണ്ട് മോഹിപ്പിക്കുന്ന ഒരുത്തൻ, ബെഡ്റൂമിൽ എൻ്റെ നോയ്ക്കും വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരുത്തൻ. അവനോടൊപ്പം കുറച്ച് നാളെങ്കിലും നദിക്ക് ഒഴുകണം, മരിക്കുന്നതിന് മുൻപ് പ്രണയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നാൻ. അങ്ങനെയൊരു കാമുകനെ എവിടുന്ന് കിട്ടാനാണ്? 10 മണിക്ക് ശേഷം പച്ച കണ്ടാൽ കെട്ടിയനേക്കാൾ മുൻപേ സുഖവിവരം തിരക്കുന്ന, ഉറക്കമില്ലേ എന്ന് ചോദിക്കുന്ന, വസ്ത്രത്തിൻ്റെ നിറം ചോദിക്കുന്നവരുടെ മനസ്സൊക്കെ നമുക്ക് ആ വാക്കുകളിൽ വായിച്ചെടുക്കാവുന്നതല്ലേയുള്ളൂ. അവരൊക്കെ അപൂർവ ഇനം ചിലന്തികളാണ്, വിദഗ്ധമായി വലിച്ചെറിയാൻ ശീലിച്ചവർ. ഞങ്ങൾ വലയെറിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ വീഴാതെ നടക്കുകയെന്നത് മീശ പിരിച്ചു പറയുന്ന വാക്കുകൾ എല്ലായിടത്തുമുണ്ടല്ലോ. പ്രണയത്തിൻ്റെ ചതിക്കുഴികളിൽ വീഴുന്ന കൊച്ചുകുട്ടികളെപ്പോലും അവൾക്ക് പൂശാൻ മുട്ടി നിൽക്കുകയല്ലേ എന്ന് പറയാൻ മടിക്കാത്ത സമൂഹത്തിലിരുന്ന് ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനെ പല പേരിട്ടും വിളിക്കാം. പ്രണയിക്കപ്പെടണമെന്ന് എത്രയെത്ര തവണയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല, അറിയില്ല. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതൽ വാചാലയാവുന്നു. പേരറിയാത്ത കാമുകനെ വാക്കുകൾ കൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നു. ഇനിയൊരിക്കലും ഇങ്ങനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞ് ജയദേവൻ്റെ മഞ്ഞച്ചങ്ങല എന്നെ പിറകോട്ട് വലിക്കും. എന്നാലും ഞാനൊരു ചുവന്ന സാരി ഉടുക്കും, ചുവന്ന വളകളിടും, മുല്ലപ്പൂ ചൂടും, തലയുടെ നടുവിൽ ചുവന്ന വര വയ്ക്കാതെ ചുണ്ടിൽ ചായം തേക്കും, കണ്ണാടി ആൻറ്റി എന്ന് നീട്ടി വിളിക്കാനാവാതെ വീഴ്ച നിൽക്കും. പൂർണ്ണചന്ദ്രനെ നോക്കി കൊഴിഞ്ഞുപോയ ഏതോ വർഷത്തെ ഡയറിയിൽ മനസ്സ് എന്തോ എഴുതും, നിന്നെ കുറിച്ചെഴുതുമ്പോൾ മാത്രം. വാക്കുകൾ പണിമുടക്കാറുണ്ട്, പേന പിണങ്ങാറുണ്ട്, കടലാസിൽ കണ്ണുമഴ പെയ്യിക്കാറുണ്ട്. ഇനിയൊരിക്കലും എഴുതില്ലാന്ന് മനസ്സും മന്ത്രിക്കാറുണ്ട്. വരച്ചിട്ടും വരയ്ക്കപ്പെടാത്ത പ്രണയത്തിൻ്റെ വരികൾക്ക് ചെമ്പരത്തി ചുവപ്പിൻ്റെ നിറമാണ്.
ചെമ്പരത്തികൾ പൂക്കുന്നിടത്താണ് എനിക്കെൻ്റെ പ്രണയം കണ്ടെടുക്കേണ്ടത്. ഇവിടുത്തെ പൂന്തോട്ടത്തിൽ ചുവപ്പ് വിലക്കപ്പെട്ടതാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ മണ്ണ് എനിക്കുള്ളതാണോ? പൂക്കാനും മുട്ടിടാനും കൊഴിയാനുമൊക്കെ മണ്ണ് നമ്മുടേതാണെന്ന തോന്നൽ വേണം. തൻ്റേതല്ലാത്ത മണ്ണിൽ വേരിറങ്ങില്ല. വളരുന്നുണ്ടെന്ന് ബോധിപ്പിക്കാനല്ലേ, മരിച്ചിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രം വളരുന്ന ചെടിയുടെ അവസ്ഥയാണ് എനിക്ക്. സന്തോഷങ്ങൾ മാത്രം എഴുതി നിറച്ച പുസ്തകങ്ങളുള്ള ഗ്രന്ഥപുരയിലേക്ക് എത്തിച്ചേരുന്ന ഒരു വായനക്കാരനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എഴുത്തുകാരൻ 100 ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്ന പോലെ വായനക്കാരനും 100-ലേറെ ജീവിതങ്ങൾ ജീവിക്കേണ്ടി വരും. കഥാപാത്രത്തിനൊപ്പം അവനും മരിച്ചു വീഴും. ഖസാക്കിലിറങ്ങി ഇപ്പോഴും വണ്ടി കയറാത്തവനെ പോലെ പൊതിച്ചോറിൻ്റെ ഓതം തട്ടിയ തോർത്തുമുണ്ടിൽ പാഴുതറയിലെ എല്ലാ മുഖങ്ങളും കണ്ടാണ് നമ്മളും വെള്ളാനിയപ്പനായി കടൽ ഇരുന്നിട്ടുള്ളത്. ആമിയുടെ നെയ്പായസത്തിൽ നമ്മുടെയൊക്കെ കണ്ണുനീരുപ്പ് വീണു കിടപ്പുണ്ടാവും. എഴുത്തുകാരൻ്റെ സന്തോഷങ്ങളെക്കാൾ വേദന കൂടുതൽ വിൽക്കപ്പെടുന്നു. എല്ലാ ദുഃഖങ്ങൾക്കും ഒടുവിൽ സന്തോഷത്തിൻ്റെ ഗ്രന്ഥശാലയിലെത്തുന്ന ഒരു വായന. അവിടെയാണ് എൻ്റെ ചെമ്പരത്തികൾ. വല്ലപ്പോഴും പരോളിനിറങ്ങുമ്പോൾ വാങ്ങിക്കൂട്ടുന്ന 1-2 പുസ്തകങ്ങളുണ്ട്. ജയദേവനെ പ്രസവിച്ചു വരുമ്പോൾ അവരുടെ അമ്മ കൊണ്ടുവന്ന അലമാരയ്ക്കൊരു വശം ഈ പുസ്തകങ്ങൾ വീർപ്പ് മുട്ടിക്കിടക്കും. മൊബൈലിൽ പച്ച കത്തുമ്പോൾ പറന്നു വരാറുള്ള ജയദേവൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പുസ്തകങ്ങൾ എന്നെ നല്ലവണ്ണം തുണച്ചു. 2-ാം മൂഴവും മഞ്ഞും ഖസാക്കും, മുകുന്ദൻ്റെ ആദിത്യനും രാധയും മറ്റു ചിലരും, അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന കുറച്ച് പുസ്തകങ്ങൾ. അലമാരയ്ക്ക് ഒരു വശം ഒതുങ്ങിയിരിക്കുന്ന എൻ്റെ ലൈബ്രറി. മനസ്സിരുത്തി വായനയ്ക്ക് ജയദേവൻ്റെ ഈ വലിയ വീട്ടിൽ ഇടമുണ്ടായിരുന്നില്ല. പുസ്തകം തുറന്നാൽ ജയദേവൻ്റെ അമ്മയ്ക്ക് തലവേദനിക്കും. ഒരു കടുപ്പമുള്ള ചായയ്ക്കായി അവരുടെ മനസ്സ് കൊതിക്കും. ചായ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഏത് മീനാണ് ചോദിക്കും. എല്ലാം പൊരിച്ചോന്ന് ചോദിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട. ഇവിടുത്തെ ഇല്ലാത്ത മുട്ടാണോ നിന്റെ വീട് പോലെയെന്ന് കരുതിയോ? ഈ തറവാടിൻ്റെ അന്തസ്സിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്നിങ്ങനെ നീളും. ഇനി എല്ലാം പൊരിച്ചെന്ന് പറഞ്ഞാലോ? ഇവിടെ ഇഷ്ടത്തിനുണ്ടല്ലോ, തോന്നിയ പോലെ എണ്ണ കോരി ഒഴിച്ച് കാണും. എൻ്റെ മോനെ മുടിപ്പിക്കാനാണോ നിൻ്റെ അമ്മ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു പാട്ടും. ഇപ്പോഴൊക്കെ ചോദിച്ചാൽ ഉത്തരം തരുന്നില്ലെന്ന പാട്ടാണ്. മഹാറാണിക്ക് മിണ്ടിപ്പോയാൽ മുത്തു കൊഴിയുമായിരിക്കും എന്നുള്ള വരിയും മേൽപ്പറഞ്ഞ ഏതെങ്കിലും വരികളുമായി കൂട്ടിച്ചേർക്കും. ഇതൊക്കെ പ്രത്യേകതരം കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. എല്ലാം കേട്ട് വീട് വിട്ടിറങ്ങിപ്പോവാൻ തോന്നാത്തത് പോയി കയറാൻ ഒരു വീടില്ലാത്തത് കൊണ്ടാണ്. വീടില്ലാത്തവർക്ക്, പൈസയില്ലാത്തവർക്ക്, താങ്ങും തണലുമായി ആരുമില്ലാത്തവർക്ക് പൊതുവെ ആത്മരോഷം കുറച്ച് കുറവായിരിക്കും. എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും എനിക്ക് കല്യാണിക്കുട്ടിയമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അവർ തൻ്റെ മകനെയും പേരമക്കളെയും സ്നേഹിക്കുന്നു. എത്ര വൈകിയാലും മകൻ വരാതെ ഉറങ്ങാറില്ല. ഉറക്കെ TV വച്ച് കാലും നീട്ടി സോഫയിലിരിക്കും. ഉറങ്ങുന്നതിന് മുൻപ് പാല് കുടിച്ചോടാ മോനെ എന്ന് ചോദിക്കും. വൈകി വന്നാൽ മകന് വിളമ്പിക്കൊടുത്ത് കഴിക്കുന്നത് നോക്കിയിരിക്കും. ഇതൊന്നും എൻ്റെ വീട്ടിൽ കണി കാണാൻ കഴിയാത്ത കാഴ്ചകളല്ലേ. പെൻഷൻ പൈസ കിട്ടുമ്പോഴൊക്കെ കണ്ണനും പാത്തുനും ഉടുപ്പ് വാങ്ങിക്കൊടുക്കും. പിള്ളേർക്കും അച്ചമ്മ എന്ന് വെച്ചാൽ ജീവനാണ്. മറ്റു മക്കളുടെ വീട്ടിലൊക്കെ പോയാൽ രാത്രി ആകുമ്പോഴേക്കും പാഞ്ഞിങ്ങെത്തും. പാത്തുവിൻ്റെ തിരണ്ടു കല്യാണം ഭംഗിയായി നടത്താൻ ഉത്സാഹിച്ചത് കല്യാണിക്കുട്ടിയമ്മയാണ്. എൻ്റെ അമ്മയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പാത്തുവിനോട് മിണ്ടാറ് പോലുമില്ല. എനിക്ക് ചേട്ടായിയെ പോലെ നിറമില്ലാത്തത് കൊണ്ടാണോ അമ്മമ്മ എന്നെ കാണുമ്പോൾ ചിരിക്കാത്തതെന്ന് എന്നോട് അവൾ എത്രയോ വട്ടം ചോദിച്ചിരിക്കുന്നു. അവളുടെ തിരണ്ടു കല്യാണത്തിന് ഉടുപ്പ് പോലും വാങ്ങാതെ വന്നതിനാൽ ഞാൻ പാതാളത്തിൽ നിന്നും ഒന്നുകൂടി താണു. കല്യാണിക്കുട്ടിയമ്മ പാത്തുവിന് സമ്മാനിച്ചത് 2 പവൻ്റെ മാലയാണ്. ശാന്തമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ കല്യാണിക്കുട്ടിയമ്മയുടെ തലയ്ക്ക് മുകളിൽ എനിക്കൊരു ദിവ്യപ്രകാശം കാണാനാവും. കല്യാണിക്കുട്ടിയമ്മയ്ക്ക് മക്കൾ 7 പേരാണ്. 4 പെണ്ണും 3 ആണും. ജയദേവൻ 7-ലോ മറ്റോ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. മക്കളെയൊക്കെ വളർത്തിയത് ഇവരൊറ്റയ്ക്കാണ്. വീതം കിട്ടിയ വീടും പറമ്പും പിന്നെ ഈ 7 കുട്ടികളുമായി കല്യാണിക്കുട്ടിയമ്മ പുതിയൊരു ജീവിതം ആരംഭിച്ചു. പറമ്പ് കിളച്ചു. മഞ്ഞളും വാഴയും ഇഞ്ചിയും നട്ടു. സ്കൂളിൽ നിന്നും വന്നാൽ പിള്ളേരും അമ്മയോടൊപ്പം കൂടും. ജയദേവനൊഴികെ എല്ലാവരും ഡിഗ്രി പാസ്സായി. കുടുംബഭാരം മകൻ അമ്മയോടൊപ്പം പങ്കിട്ടു. 3 പിള്ളേരെ കെട്ടിക്കാനാവുമ്പോഴേക്കും ജയദേവൻ വർക്ക്ഷോപ്പ് നടത്താൻ തുടങ്ങി. കുറച്ച് വളർന്ന് ഇന്നത്തെ നിലയിലെത്തി. പറയുന്നതൊന്നും ബഡായിയായി തോന്നിയിട്ടില്ല. മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട അമ്മയാണിത്. അവരത് പറയട്ടെ. എന്നേക്കാൾ നല്ലൊരു പൈസക്കാരിയായ പെണ്ണിനെ ജയദേവന് സത്യമായിട്ടും കിട്ടുമായിരിക്കും. ശാന്തമ്മയുടെ കാര്യം മറ്റൊരു തലത്തിലാണ്. ഭർത്താവ് ഉപേക്ഷിച്ച പാവ സ്ത്രീ. ഇനിയൊരു കല്യാണം പോലും കഴിക്കാതെ മകൾക്ക് വേണ്ടി മാത്രം തള്ളി നീക്കിയ ജീവിതമെന്ന് തോന്നുമെങ്കിലും പുറമേ കാണുന്ന തോടല്ല, അതിനകത്ത് തലതിരിഞ്ഞൊരു ആമത്തലയുണ്ടെന്ന് അധികം ആരും അറിയാറില്ല. അമ്മ എനിക്ക് വേണ്ടി ഇനിയൊരു കല്യാണം കഴിച്ചില്ല എന്നല്ല, അച്ഛനെ പോലെയൊരുത്തനെ എവിടെ നിന്നും കിട്ടിയില്ല എന്നതാണ് സത്യം. ഞാൻ പലപ്പോഴും അച്ഛനെക്കുറിച്ച് ഓർക്കാറുണ്ട്. സന്ധ്യയ്ക്ക് ചെവിപ്പൊട്ടിപ്പോകുന്ന ചീത്ത വാക്കുകൾ പറഞ്ഞ് പാത്രങ്ങൾ വലിച്ചെറിയുന്ന അമ്മയെ കണ്ട് പേടിച്ചിട്ടുണ്ട്. അമ്മ കാരണമാണ് അച്ഛൻ കള്ളു കുടിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ കള്ളു കുടിക്കുന്നതിനാലാണ് അമ്മ തെറി പറയുന്നത് എന്നൊക്കെ പറയാമെങ്കിലും കാരണങ്ങൾ പൂർണ്ണമായും അവ്യക്തമാണ്.
അച്ഛനിറങ്ങിപ്പോയ വീട് വലിയ ശൂന്യത നിറഞ്ഞതാണ്. അമ്മയുടെ സ്വഭാവം പലപ്പോഴും പ്രവചനാതീതമാണ്. അച്ഛനുള്ള തെറി കൂടി വാങ്ങിക്കൂട്ടേണ്ടി വന്ന അസത്ത് സന്താനമാണ് ഞാൻ. അച്ഛന് എന്നെയും കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന് ഞാനും ഇടയ്ക്ക് ഓർക്കും. കണ്ടതിനും കേട്ടതിനും വിപരീതമായ ചില മാതാപിതാക്കളും കാണുമായിരിക്കാം. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും പറയുന്നതൊക്കെ ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. ജയദേവൻ ദാനം തന്നതാണ് എനിക്ക് ഈ ജീവിതം. എന്നിട്ടും ഞാനൊരു കാമുകനെ തേടുന്നു. പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ എന്നെക്കുറിച്ചൊട്ടും ചിന്തിക്കുവാനുള്ള സമയമുണ്ടായിരുന്നില്ല. കണ്ണനും പാത്തുവും തമ്മിൽ അധികം വ്യത്യാസമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളും ശരീരത്തിനുണ്ടായിരുന്നു. കണ്ണനെ പ്രസവിക്കാൻ നാട്ടിലെത്തിയപ്പോൾ കൂടെ പഠിച്ചവരൊക്കെ കോളേജിൽ പോവുകയായിരുന്നു. അവരെ കാണുമ്പോഴൊക്കെ TC വാങ്ങാൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞത് ഓർമ്മ വരും. കല്യാണം കഴിഞ്ഞും പഠിക്കുന്നവരും കാണുമായിരിക്കും. കൂടുതൽ പേരും പഠിക്കുന്നത് കൊച്ചിൻ്റെ അപ്പിത്തുണി കഴുകാനാണ്. ഒരു ദിവസം അപ്പിയിട്ടില്ലേൽ മൂത്രമൊഴിക്കുന്നത് കുറച്ച് മഞ്ഞ നിറത്തിലായാൽ ടെൻഷനാണ്. കൊച്ചൊന്ന് ഛർദ്ദിച്ചാൽ വീട് മുഴുവൻ വേദനിക്കും. പനിച്ചാൽ വീടുറങ്ങും. എന്തു സംഭവിച്ചാലും ഇല്ലെങ്കിലും അടുക്കളപ്പണി, അടിച്ചുവാരൽ, തുടയ്ക്കൽ, നനയ്ക്കൽ എല്ലാം കൃത്യമായി നടന്നിരിക്കണം. വീടിനും പിള്ളേർക്കും ചുറ്റും ഉപഗ്രഹം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പലരും ചോദിക്കും, ഡിഗ്രി പഠിച്ചൂടെ, PSCക്ക് പോയിക്കൂടെ, തയ്യൽ പഠിച്ചൂടെ എന്നൊക്കെ. ചോദ്യങ്ങളൊക്കെ നിസ്സാരം തന്നെ. ഉത്തരം പ്രാവർത്തികമാക്കാനാണ് പ്രയാസം. ഞാൻ മാത്രമല്ല, ഈ ഭൂമി മലയാളത്തിലെ എല്ലാ പെണ്ണുങ്ങളും ഒഴുകുന്നത് ഈ വഴിയിലൂടെയാണ്. ആരൊക്കെ എന്ത് പറഞ്ഞാലും ചേർത്ത് പിടിക്കാൻ ആളുണ്ടാവുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ചെറുതാണെന്ന് തോന്നും. എൻ്റെ കാര്യത്തിൽ അത് തീരെ പ്രതീക്ഷിക്കാനൊക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എനിക്കെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? മാർക്കറ്റിൽ പോയി തൂങ്ങിയ മാരടങ്ങൾ ആരുടെയൊക്കെയോ കണ്ണീർ കൊണ്ട് നീലിച്ചു പോകുന്നു. ഇറച്ചി മാത്രം ആവശ്യമുള്ള കശാപ്പുകാരൻ്റെ നോട്ടം എത്രമേൽ അസഹ്യമാണ്. പെണ്ണിന് മുഖം മാത്രമില്ലെന്ന് ഓരോ കണ്ണുകളും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. മീൻ പോലെയുള്ള കണ്ണുകളാണെന്ന് കവികൾ പാടിയിട്ടും മീൻകാരൻ പോലും കണ്ണിൽ നോക്കാതെ മാറിൽ നോക്കി വില പറയും. പഴക്കടക്കാരൻ ഓറഞ്ച് മാത്രം സൗജന്യമായി തരാൻ ഉത്സാഹം കാണിക്കുന്നത് ബ്രേസിയറിൻ്റെ സൈസ് നോട്ടം കൊണ്ട് അളന്നെടുക്കുന്നത്. മൂടിപ്പുതച്ച് നടന്നാലും ഷോളിടാതെ നടന്നാലും ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നോട്ടങ്ങൾ കൊണ്ടുള്ള ബലാത്സംഗങ്ങളുടെ കണക്കുകൾ മണൽത്തരികളെപ്പോലെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാറില്ലല്ലോ. ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങളാണിതൊക്കെ. ജയദേവനില്ലാതെ ഞാനൊറ്റയ്ക്ക് വരാറുള്ള സ്ഥലം ഇതാണ്. മാർക്കറ്റ് അവസാനിക്കുന്നിടത്ത് ഒരു കുഞ്ഞു പുസ്തക കടയുണ്ട്. അപ്പച്ചി വല്ലപ്പോഴും തരുന്ന പൈസയിൽ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു. ജയദേവൻ്റെ കണക്ക് പുസ്തകത്തിൽ ചേർക്കാനുള്ളതല്ലാതെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ചിലർക്ക് പുസ്തകങ്ങൾ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ കൈത്തരിക്കും. ആവേശത്തിലൊന്ന് കയറിപ്പോയതാണ്. ഒരു പുസ്തകം വാങ്ങണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഗുരുസാഗരത്തിൻ്റെയും അമ്മീമ്മ കഥകൾക്കിടയിലും കുടുങ്ങി ആരുടെയും കണ്ണിൽപ്പെടാതെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഒപ്പം പറ്റിച്ചേർന്ന് കിടക്കുന്ന ചെമ്പരത്തി കാടുകളുള്ള മുഖം. അവിഹിതങ്ങളുടെ നിയമപുസ്തകം. ഒരു പക്ഷേ ആ ചെമ്പരത്തി പൂക്കളാവും എന്നെ അങ്ങോട്ട് ആകർഷിച്ചത്. യുവ എഴുത്തുകാരിൽ ഞാനിതുവരെ കേട്ടിട്ടില്ലാത്ത ശ്രീമഠത്തിൽ മഹേന്ദ്രൻ എഴുതിയ 200 രൂപ വില വരുന്ന പുസ്തകം. കൊടുത്ത പൈസയിൽ ജയദേവൻ്റെ അദൃശ്യമായ കയ്യൊപ്പ് എന്നെ നോക്കി കണ്ണുരുട്ടി. പുസ്തകത്തിൻ്റെ കണക്ക് ഏത് പച്ചക്കറിയുടെ തലയ്ക്കാണ് വയ്ക്കേണ്ടതെന്നുള്ള ചിന്തയിലാണ് തിരിച്ചുപോക്ക്. ജീവിതം തന്നെ ദാനമായവൾക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നതിനപ്പുറം എന്ത് ആവശ്യമാണ് ഉണ്ടാവേണ്ടതെന്ന് അവർ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. ബസ്സിലിരിക്കുമ്പോൾ തന്നെ സൂപ്പർ മാർക്കറ്റ് ബില്ല് കാറ്റിൽ പറത്തി. നുണ പറയാൻ ആഗ്രഹമൊന്നുമില്ല. നുണകളൊക്കെ മെനഞ്ഞെടുക്കാൻ വലിയ പാടാണ്. ജയദേവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ മാത്രം വലിയ ആളായോ നീയൊക്കെയെന്ന് അലമാരിയിൽ അടുക്കി വെച്ച പുസ്തകങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചതാണ്. വായിക്കാൻ വലിയ ആളുകളാവണമെന്നാണോ? നീയൊന്നും വായിച്ചു പോലും സന്തോഷിക്കരുതെന്നാണോ കവി ഉദ്ദേശിച്ചതെന്നൊന്നും ഞാൻ വിടർത്തി നോക്കാൻ പോയില്ല. എല്ലാ അന്വേഷണങ്ങളും ചെന്നു നിൽക്കുന്നത് ദാനം തന്ന കൈരേഖകളിലാണ്. അപ്പച്ചി പൈസ തരുന്നുണ്ടെന്നറിഞ്ഞ ദിവസം കിരീടം പോയ രാജാവിനെ പോലെ അയാൾ അലറി. എൻ്റെ അഭിമാനം അപ്പച്ചിയുടെ മുന്നിൽ തകർന്നു പോയില്ലേ എന്ന് പലവട്ടം പറഞ്ഞു. അന്ന് മല കൂടുതൽ പ്രാവശ്യം നദിക്ക് മുകളിൽ കയറി ഇറങ്ങി. തിരകൾ ചിന്നിച്ചിതറി. ഒന്നും 4 ചുമരുകൾ വിട്ട് പുറത്തു പോയില്ല. കാരണം അയാൾ മഹാനായ പിതാവാണ്. അതിനുശേഷം ഞാൻ അപ്പച്ചിയെ വിളിക്കാറില്ല, വന്നിട്ടുമില്ല. അപ്പച്ചി തന്നത് വിഷു കൈനീട്ടമാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതായിരുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കാൻ മാത്രം ജയദേവന് ചെവിയുണ്ടാവാറില്ല. എന്നിട്ടും ഈ ചെമ്പരത്തി പൂക്കൾ എനിക്ക് എന്തിനാണ്? അവിഹിതത്തിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? വീട്ടിലേക്കുള്ള വഴി നീണ്ടു പോയിരുന്നെങ്കിലെന്ന ചിന്തയിലാണ് ഞാൻ ബസ്സിലിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഇളയരാജയുടെ സംഗീതം. നായകന്മേലിരുന്ന് നൂലിനെ ആട്ടിങ്കിട്ടാൻ നാമെല്ലാം ബൊമ്മയെன்று നാടകം കാട്ടുകിട്ടാൻ. SPB കണ്ണു നിറഞ്ഞു പാടിയതാണോ? ഇളയരാജ സംഗീതം കൊണ്ട് മാജിക്ക് ചെയ്തതാണോ? കവി വാലി 2 വരിയിൽ എൻ്റെ ജീവിതം തന്നെ വരച്ചിട്ടതാണോ? ഈ പാട്ട് തീരുന്നിടം വരെ പോകണമെന്നുണ്ട്. പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് കണ്ണുരുട്ടി. ഒരു ലക്ഷ്യവുമില്ലാത്ത യാത്രയിൽ ചില പാട്ടുകൾ പ്രിയപ്പെട്ടവരെ പോലെ കൂടെ കൂടും. അനന്തരമായി ആ പാട്ടിനൊപ്പം യാത്ര ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം വേണം.
അതി അതിനുള്ള തലയിലെഴുത്ത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ തന്നെ. ഇപ്പോൾ ഇളയരാജയല്ല, കണക്കിൽപ്പെടാത്ത 200 രൂപയാണ് എൻ്റെ പ്രശ്നം. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ വീട്ടിൽ പിടിപ്പത് പണിയാണ്. ജയദേവൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കല്യാണക്കുട്ടി കടുപ്പമേറിയ ഒരു ചായക്കുള്ള കാത്തിരിപ്പിലാണ്. മക്കൾ രണ്ടും പൊരിഞ്ഞ വിശപ്പുമായി സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ചായ, പാത്തുവിന് ബൂസ്റ്റ്, കണ്ണന് കോഫി. സാധനങ്ങൾ അടുക്കളയിൽ വെച്ച് ഞാൻ ഇതൊക്കെ പെട്ടെന്നുണ്ടാക്കി. കണ്ണൻ 4 ദിവസമായി പഴംപൊരി വേണമെന്ന് പറയുന്നു. മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയ പഴങ്ങൾ കൊണ്ട് ഞാൻ അതും ഉണ്ടാക്കി. അടുക്കളയിൽ ഒരു കൂട്ടം പാത്രങ്ങൾ, അടിച്ചുവാരൽ, യൂണിഫോം അലക്കൽ എല്ലാം തീരുമ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു. ഇനി അത്താഴത്തിൻ്റെ ഊഴമാണ്. ചപ്പാത്തിയും കറിയും ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാമെങ്കിലും കുഴച്ച് ഉരുട്ടി പരത്തി ചുട്ടെടുത്താലല്ലേ ചപ്പാത്തിയാവൂ. അതിനൊരു മസാലക്കറിയും. അമ്മയ്ക്ക് ചോറ്, പച്ചക്കറി, പപ്പടം, ഉച്ചയ്ക്ക് വച്ച മീൻ കറി, പിന്നെ ഒന്ന് പൊരിച്ചത്. പിള്ളേരെ കഴിപ്പിച്ചു, ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. ഇടയ്ക്ക് വന്ന ജയദേവന് കടുപ്പമുള്ള ചായ. അതിനിടയിൽ വീണ്ടും നിറഞ്ഞു കവിഞ്ഞ വാഷ് ബേസിൻ. വിം ബാർ പതഞ്ഞു. പാത്രം മെച്ചപ്പെട്ട രീതിയിൽ തിളങ്ങി. അടുക്കള തിളങ്ങി. കുളിച്ചു വന്ന ജയദേവന് ചപ്പാത്തിയും കറിയും പാലും കൊടുത്തു. അമ്മ മോനെ ഇരുന്ന് കഴിപ്പിച്ചു. ബാക്കിയുള്ള പാലെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് മിച്ചം വന്ന ചോറും കറിയും കഴിക്കാനിരിക്കുമ്പോഴാണ് വിദ്യാബാലൻ, ഭാര്യയെ സ്നേഹിക്കുന്നവർ, പ്രസ്റ്റീജ് എങ്ങനെ വേണമെന്ന് പറയൂ എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിലപ്പോൾ 200 രൂപ കിടന്ന് ചിരിച്ചു. കഴിച്ചെന്ന് വരുത്തി പാത്രം കഴുകി അടുക്കളയിൽ നിന്നും അരങ്ങൊഴിയാൻ നിൽക്കുമ്പോൾ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് നെഞ്ചെരിയുന്നു. പിന്നെ ഇഞ്ചി, ജീരകവും ഒക്കെ ചതച്ച് പൊടിച്ച് നീര് പിഴിഞ്ഞ് അരിച്ചെടുത്ത് കുടിപ്പിച്ചു. മോൻ നെഞ്ച് തടവി കൊടുത്തു. പിള്ളേരൊക്കെ ഉണർന്ന് അച്ചമ്മയ്ക്ക് ചുറ്റിലിരുന്നു. പാത്തുവും അച്ചമ്മയുടെ നെഞ്ച് തടവി. പൊരിച്ച മീനും പഴംപൊരിയും തിന്നിട്ടാ അച്ചമ്മേ, രാത്രിയിൽ ഇനി പൊരിച്ചതൊന്നും കഴിക്കണ്ടെന്ന് കണ്ണൻ ഡോക്ടർ. എന്നെ കാത്ത് പാത്രങ്ങൾ കിടപ്പുണ്ടല്ലോ എന്നോർത്ത് തിരിച്ചു നടക്കുമ്പോൾ കല്യാണിക്കുട്ടിയുടെ വക നെഞ്ചു തടവി കമൻറ്റ്. ജയ ഉണ്ടാക്കുന്ന പോലെയല്ല, വരുമ്പോൾ അവളോട് ചോദിച്ചു പഠിക്കേ. ഞാൻ തിരിഞ്ഞു നോക്കി ഉവന്ന തലയാട്ടി അടുക്കളയിലേക്ക് നടന്നു. ഇവള് ഓമയാണോടാ മോനെ എന്ന് വീണ്ടും പറയുന്നുണ്ടായിരുന്നു. മാഡം ഷാർപ്പാണ്. ഞാൻ ഓമയായി കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കി. പാത്തുവും കണ്ണനും അച്ചമ്മയ്ക്കൊപ്പം കിടന്നു. മേല് കഴുകി വരുമ്പോഴത്തേനും ജയദേവൻ എങ്ങോട്ടോ ധൃതിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. പോകുമ്പോൾ എവിടെ പോകുന്നതെന്ന് ചോദിക്കരുതെന്നാണ് ഇവിടുത്തെ നിയമം. അല്ലെങ്കിൽ അവർക്ക് കറങ്ങാനല്ലേ ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുന്നേ. ആണുങ്ങൾ 4 നാടും പെണ്ണുങ്ങൾ 4 അടുക്കളയും കാണണമെന്നല്ലേ. അവർ കാണട്ടെ, 400 400 നാടുകൾ കാണട്ടെ. ജയദേവൻ മാർക്കറ്റിൻ്റെ കണക്കുകൾ ചോദിക്കാത്തത് തന്നെ മഹാഭാഗ്യം. മാത്രമല്ല ഇതുവരെ കേട്ടുപരിചയമില്ലാത്ത ഒരാൾ കൂടി അലമാരയിൽ ഇരിപ്പുണ്ട്. ചെമ്പരത്തി പൂത്ത പുറംചട്ട തുറന്ന് കുറേ നേരം മണത്തിരുന്നു. ഇതെന്നുമുള്ള സ്വഭാവമാണ്. വ്രണപ്പെട്ടു പോയ എത്രയോ മുളങ്കാടുകളുടെ മണം. ആമുഖവും അവതാരികയും കഴിഞ്ഞു. 2 ഹിതങ്ങൾ ഒന്ന് ചേർന്നതിനെ ഞാൻ അവിഹിതമെന്ന് വിളിക്കുന്നു എന്ന 2 വരികൾ മാത്രം തെളിഞ്ഞു കിടന്നു. എത്ര മനോഹരമായ നിർവചനമാണെന്ന് തോന്നി. ചെമ്പരത്തിക്കൊമ്പുകൾ നട്ടുപിടിപ്പിക്കുന്ന 2 കുട്ടികളിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. പുല്ല് പറിച്ച് അവർ നിലം വൃത്തിയാക്കുന്നു. ഇടം വിട്ടിടവിട്ട് നട്ടുപിടിപ്പിക്കുന്നു. മണ്ണു പുരണ്ട കൈകൾ കൊണ്ട് അവൻ അവളുടെ നുണക്കുഴി തൊട്ടു നോക്കുന്നു. നെറ്റിയിൽ പൊട്ടു തൊട്ടു. പെൺകുട്ടി നാണത്താൽ തല താഴ്ത്തി. അച്ചുമ്മയുടെ കല്യാണത്തിന് ചെമ്പരത്തിമാല മതി. ഇതൊക്കെ വലുതാവുമ്പോൾ നമ്മളും വലുതാവും. നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ തന്നെ നമ്മുടെ കല്യാണത്തിന് മാല കോർക്കണം. നായകനായ അബൂട്ടി അച്ചുവിൻ്റെ കൈയും പിടിച്ച് തുള്ളിച്ചാടുന്നു. കഥ അബൂട്ടിയുടെയും അച്ചുമ്മോൻ്റെയും ആകാം. അവിടെ തുള്ളിച്ചാട്ടങ്ങളെ അധികം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ജയദേവൻ്റെ ബുള്ളറ്റ് ഗേറ്റ് തുറക്കാൻ ഹോണടിക്കുന്നുണ്ട്. പുസ്തകം അടച്ച് അലമാരയിൽ വെച്ച് തുറക്കാനോടി. ജയദേവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. വണ്ടി അയാളെ കൊണ്ട് വീട്ടിലേക്ക് വന്നുവെന്ന് വേണം പറയാൻ. നേരെ അമ്മയുടെ അരികിൽ ചെന്നു. പയ്യെ വിളിച്ചുണർത്തി. ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ഒച്ച വയ്ക്കാതെ ഇറങ്ങി. പിന്നീട് മുറി കുറ്റിയിട്ട് വിസ്താരങ്ങളാണ്. നീ ഏതെണ്ണയിലാണ് പഴംപൊരി ഉണ്ടാക്കിയത്? മീൻ പൊരിച്ചപ്പോൾ എണ്ണ കൂടിയിരുന്നോ? നീ ജയേനെ പോലെ ഇഞ്ചിനീര് പിഴിഞ്ഞു കൊടുക്കാത്തതെന്താ? എൻ്റെ അമ്മ നിനക്ക് അത്രയ്ക്ക് കുറഞ്ഞു പോയോ? നിൻ്റെ തള്ളയെപ്പോലെ മോനെ കൊല്ലുന്ന അമ്മയല്ല എൻ്റെ അമ്മ. വെറുതെയല്ല നിൻ്റെ അപ്പൻ നിങ്ങളെ വിട്ടേച്ചു പോയത്. ഒറ്റ പൈസയ്ക്ക് ഗതിയില്ലാത്ത നിന്നെയൊക്കെ കെട്ടിയ എന്നെ വേണം പറയാൻ. ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ എണ്ണയാണ് ഉപയോഗിച്ചത്. കണ്ണൻ ചോദിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അല്ലെങ്കിലും റേഡിയോയോട് നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറേ ചീത്ത കാലാഹരണപ്പെട്ട തെറികൾ വിളിച്ച് എൻ്റെ അച്ഛനെയും അമ്മയെയും അഭിസംബോധന ചെയ്തു. പിന്നെ ദാനത്തെക്കുറിച്ചുള്ള പ്രസംഗം, വാങ്ങി തന്ന ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, സൗകര്യങ്ങൾ, അങ്ങനെ നീളുന്ന പട്ടിക. ഒടുക്കം ദേഷ്യം തീർക്കുന്നത് മലയുടെ രൂപത്തിലേക്ക് മാറിയാണ്. നദിയുടെ മുകളിൽ മല കിടന്നു. ദാനം തന്ന കൈകൾ ബലപ്രയോഗങ്ങൾ നടത്തി. കുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് അയാൾ എന്നിൽ ആവേശത്തോടെ പാഞ്ഞു കയറി. കിടപ്പുമുറിയിലെ ശിക്ഷാരീതികൾ വിചിത്രമാണ്, സ്വകാര്യമാണ്. മുറിയിലെ രഹസ്യങ്ങൾ പുറത്തിറങ്ങരുത്.
വേട്ടമൃഗങ്ങൾ ഇരകളെ ആക്രമിക്കുന്നതിൻ്റെ മുന്നൊരുക്കമാണ് കുറച്ചു മുൻപ് കാണേണ്ടി വന്ന ആ ദേഷ്യം. എന്നാൽ മാത്രമേ ആക്രമിക്കാൻ അയാൾക്കൊരു ഊർജം കാണൂ. നെഞ്ചുവേദന വന്ന അമ്മയോടുള്ള സ്നേഹമല്ല, അത് വേട്ടയാടാനുള്ള ശക്തി സ്വരൂപിക്കലാണ്. പെണ്ണ് കിടപ്പറയിൽ കളിപ്പാട്ടമായിരിക്കണം, ഒന്നിനെയും എതിർക്കരുത്. അയാളുടെ എല്ലാ പരീക്ഷണങ്ങൾക്കും നിന്നു കൊടുക്കണം. മലനദികളെ ഉറങ്ങാൻ അനുവദിക്കാറില്ല. കായികാഭ്യാസം കഴിഞ്ഞ് അയാൾ കൂർക്കം വലിച്ചുറങ്ങി. എനിക്ക് വേദന തോന്നിയില്ല, ഒരു തരം മരവിപ്പാണ്. എല്ലാത്തിനോടും മടുപ്പാണ്. പിള്ളേരില്ലായിരുന്നുവെങ്കിൽ ഇട്ടേച്ച് പോവായിരുന്നു. എവിടേക്കെങ്കിലും പേരറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്യാമായിരുന്നു. ഇങ്ങനെ കുറച്ച് മരിക്കുന്നതിലും ഭേദം ഒന്നിച്ച് അങ്ങോട്ട് മരിക്കുന്നതാണ്. ഇതൊക്കെ ആരോട് പറയാനാണ്? എന്നെ കേൾക്കാൻ ഈ ഭൂമിയിൽ ആരാണുള്ളത്? ആദ്യത്തെ ദുരനുഭവം ഒരു കല്യാണ വീട്ടിൽ നിന്നാണ്. അന്ന് എനിക്ക് 6-7 വയസ്സ് കാണും. അന്നത്തെ കല്യാണങ്ങൾക്ക് സദ്യ ഉണ്ടാക്കുന്നത് നാട്ടുകാരെല്ലാം കൂടിയാണല്ലോ. പെണ്ണുങ്ങളും ആണുങ്ങളും സദ്യയ്ക്ക് പച്ചക്കറികൾ അരിയുന്ന തിരക്കിലായിരിക്കും. ഞങ്ങൾ കുട്ടികൾ കല്യാണ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ കിടന്നുറങ്ങും. അന്ന് 4-5 വയസ്സ് തോന്നിപ്പിക്കുന്ന കുഞ്ഞു ശരീരമാണ് എനിക്ക്. മറ്റുള്ള കുട്ടികൾക്കൊപ്പം വലിപ്പമില്ലാത്ത, തടിയില്ലാത്ത, നിറമില്ലാത്ത ചുള്ളിക്കമ്പ് പോലെയൊരു പെൺകുട്ടി. സ്വപ്നത്തിൽ ആരുടെയോ കൈ എൻ്റെ പാവാടയ്ക്കുള്ളിലുള്ളതുപോലെ തോന്നി. വേദനിച്ച പോലൊരു പോറലിൽ ഞെട്ടിയുണർന്നതാണ്. പാവാട കുടുക്കഴിഞ്ഞ് കിടക്കുന്നു. എൻ്റെ വായ പൊത്തിപ്പിടിച്ച ആ ചേട്ടൻ നാളത്തെ കല്യാണച്ചക്കനായിരുന്നു. ആരോടും പറയരുതെന്ന് പറഞ്ഞ് അയാൾ എന്നെ ബലമായി കെട്ടിപ്പിടിച്ചു. ക്രൂരമായി നോക്കി ചിരിച്ചു. അയാളുടെ കൈകൾക്കിടയിൽ കിടന്ന് എനിക്ക് ശ്വാസം മുട്ടി. പാവാട കുടുക്കഴിച്ചത് എന്തിനാണെന്നോ എന്താണ് ആരോടും പറയരുതെന്നോ അന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അപ്പോഴും ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കാത്തതെന്നാണ്. കൂടെ കിടന്ന പെൺകുട്ടികളുടെ പാവാട കുടുക്കുകൾ അഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ആ വെപ്രാളത്തിലും ഞാൻ പരിശോധിച്ചു. അയാളുടെ കല്യാണത്തിന് ഞാൻ വരില്ലെന്നും അയാൾ എൻ്റെ പാവാട കുടുക്കഴിച്ചുവെന്നും അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതും ആരോടും ഇത് പറയരുതെന്നാണ്. ഞാൻ ചേട്ടനോട് പറയാത്തൊരു രഹസ്യം ഇതാണ്. വളർന്നു വലുതായപ്പോഴാണ് ആ കുടുക്കുകളുടെ രഹസ്യം എനിക്ക് മനസ്സിലാവുന്നത്. ഭാര്യയായി 3 പെൺമക്കളായി ജീവിക്കുന്ന അയാളെ കാണുമ്പോഴൊക്കെ ഞാൻ നിന്ന് വിറയ്ക്കും. നഖം പോറിയ വേദന, കെട്ടിപ്പിടിച്ച വേദന എല്ലാം കൂടി എന്നെയൊരു 5-6 വയസ്സുള്ള ചുള്ളിക്കമ്പ് പോലുള്ളൊരു കുട്ടിയാക്കും. ഞാൻ അവിടെ മാഞ്ഞു പോകും. നിലവിളികൾ വിഴുങ്ങിപ്പോകും. മറ്റുള്ള പെൺകുട്ടികളെ അവഗണിച്ച് എന്നെ തൊടാനുള്ള അയാളുടെ ധൈര്യത്തിൻ്റെ കാരണം എനിക്ക് ചോദിക്കണമെന്ന് തോന്നും. അമ്മ അയാളുടെ എല്ലാ വിശേഷങ്ങളും തിരക്കും. ഇവർക്കിതെങ്ങനെ കഴിയുന്നുവെന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഇനി ഒച്ച വച്ചിരുന്നെങ്കിൽ തന്നെ എനിക്കൊപ്പം ആരും നിൽക്കുകയില്ല. വെറും 6 വയസ്സുള്ളവളെ അബോധം പറയാൻ ആരും മടിക്കുകയുമില്ല. അടിത്തറയില്ലാത്തവരെ എല്ലാവരും തൊടും. അവരും അവരുടെ നിലവിളികളും ഒറ്റപ്പെട്ടതാണ്. എൻ്റെ ഇല്ലായ്മകളെ വേട്ടയാടിയ എല്ലാവരുടെയും മക്കളും സുരക്ഷിതമായി ഉറങ്ങട്ടെ. വിവാഹം വേട്ടയാടാൻ നിയമപ്രകാരമുള്ള അധികാരം കൂടിയാണല്ലോ. എനിക്കുറങ്ങണം, എല്ലാ വേദനകൾക്കിടയിലും. ജയദേവനെ മറന്ന്, പാവട കുടുക്കഴിച്ചവനെ മറന്ന്, ചെമ്പരത്തി കൊമ്പ് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അച്ചുവായി അബൂട്ടിയുടെ കയ്യിൽ പിടിച്ച് തുള്ളിക്കളിക്കണം. ആ കഥയുടെ പോക്ക് ആർക്കാ ഗണിക്കാൻ പറ്റുക? ചെമ്പരത്തികൾ വളർന്ന് വലുതാവുമായിരിക്കാം. അലമാരയ്ക്കകത്തിരുന്ന് അവരെങ്കിലും സന്തോഷിക്കട്ടെ. ഒരുപാട് വൈകിയാണ് ഉണർന്നത്. പൊള്ളുന്ന ചൂട്, ദേഹം മുഴുവൻ വേദന, സ്കൂളിൽ പോവേണ്ട പിള്ളേർ, വർക്ക്ഷോപ്പിൽ പോവേണ്ട ജയദേവൻ, രാവിലത്തെ ചായ മുടങ്ങിയ അമ്മ, വീട് മൊത്തം പരക്കം പാച്ചിലാണ്. ജയദേവൻ ഹോട്ടലിൽ നിന്നും രാവിലത്തെ ഭക്ഷണം വാങ്ങി വന്നു. പിള്ളേർക്ക് മുന്നിൽ നെറ്റിയിൽ തുണി വെച്ച് തന്നു. കഴിച്ച് മരുന്ന് കുടിച്ച് കിടക്കൂ, കുറഞ്ഞില്ലേൽ ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞു. അമ്മയുടെ ചുണ്ടിനെന്താ പറ്റിയേ? കണ്ണൻ ചോദിച്ചു. ജയദേവൻ പരുങ്ങി. ആ പരുങ്ങൽ ആസ്വദിച്ചു കൊണ്ട് തന്നെ അമ്മയൊന്ന് വീണുപോയി മോനെ എന്ന് ഞാൻ അയാളെ ഉറ്റുനോക്കി പറഞ്ഞു. കൈമുട്ടിൽ മുറിവുണ്ടല്ലോ എന്ന് പാത്തു കണ്ടെത്തി. പിള്ളേർ മുറിവ് ഡെറ്റോൾ കൊണ്ട് തുളച്ചു തന്നു. ബെറ്റാഡിൻ പുരട്ടി. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ അച്ഛാ. മക്കൾ സ്കൂളിൽ പോയിക്കോ, അച്ഛൻ കൊണ്ടുപോവാം. എനിക്ക് മുഖം തരാതെ ജയദേവൻ കുട്ടികളെ സ്കൂൾ ബസ് കയറ്റാൻ പോയി. പതുക്കെ ബാത്റൂമിലെത്താൻ ശ്രമിച്ചു. കണ്ണനോട് പറഞ്ഞ നുണ ഫലിച്ചു. 2 അടി കഴിഞ്ഞതും താഴെ വീണു. കല്യാണക്കുട്ടിയമ്മയുടെ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. എടാ ചെക്ക, നീ അവളെ ഒന്ന് എടുക്ക്, നമുക്ക് ആശുപത്രിയിൽ പോവാം. അമ്മയുടെ വാക്കുകേട്ട് പുഞ്ഞാരമോൻ അനങ്ങുന്നില്ല. അയാൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. കേസ് വേറെയാവും. അഭിമാനം കാറ്റത്ത് പോവും. നിനക്ക് മാസക്കുളിക്കുള്ള സമയമായില്ലല്ലോ പെണ്ണെ, ഇതെന്താ നേരത്തെ? എന്നെ നൈറ്റി മാറ്റിക്കാൻ പോലും സമ്മതിച്ചില്ല. ഭൂമിയിലില്ലാത്ത ഭാര്യ. നീ അവളെ വല്ല ചുരിദാർ ഇടിക്ക്, നമുക്ക് ആശുപത്രിയിൽ പോവാം. ഞാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഞാൻ വന്ന ശേഷം കല്യാണിക്കുട്ടിയമ്മ അടുക്കളയിൽ കയറുന്നത് ഇതാദ്യമായാണ്. ജയദേവൻ്റെ മുഖത്ത് ലേശം കുറ്റബോധത്തിൻ്റെ നിഴല് പോലുമില്ല. പിടിക്കപ്പെടുമോ എന്ന ഭീതി മാത്രം. കല്യാണിക്കുട്ടി പൊടിയേരിക്കഞ്ഞിയും തേങ്ങ ചമ്മന്തിയും കൊണ്ടുവന്ന് എന്നെ എണീപ്പിച്ചു. പനിച്ചു വിറച്ചിരിക്കുന്നവൾക്ക് ഹോട്ടലിൽ നിന്ന് നെയ് റോസ്റ്റ് വാങ്ങിയിട്ട് വന്നല്ലോടെ ചെക്കാൻ നീയെ. നിനക്ക് പഠിപ്പ് തന്നെ തലയിൽ കയറിയില്ലേ? വകത്തിരിവും വേണ്ടേ? കഴിക്കടി പെണ്ണേ. കല്യാണിക്കുട്ടിയമ്മ എന്നത്തെയും പോലെ കണ്ണുരുട്ടി. ഞാൻ കുടിച്ചു. ഈ ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം. കണ്ണു നിറഞ്ഞിട്ട് ചമ്മന്തി എവിടെയാ ഉള്ളതെന്ന് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല.
ഇരുന്ന് മോങ്ങാതിരി പെണ്ണെ, ചാരിത്തലപ്പ് കൊണ്ട് അവരെൻ്റെ കണ്ണീരൊപ്പി. 7 പറ്റുതാ ഞാൻ. കെട്ടിയും ചത്തു കുറേ കൊല്ലായാലും എനിക്ക് ചിലത് കണ്ടാലറിയാം. ഇതിന് ഡോക്ടർ പഠിക്കുമൊന്നും വേണ്ട. ഞാനിത് കേട്ടതും പൊട്ടിക്കരഞ്ഞു പോയി. കഞ്ഞിപ്പാത്രവും വാങ്ങി എന്നെ നോക്കാതെ അവർ നടന്നു നീങ്ങി. ജയദേവൻ ആദ്യമായി ഇരുണ്ടു. അയാളുടെ തല കുനിഞ്ഞു. ഇത്തിരി കഞ്ഞിയിൽ എനിക്ക് നടക്കാനുള്ള ഊർജം കിട്ടി. ചൂടുവെള്ളത്തിൽ മേൽ കഴുകി. പതുക്കെ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി. നടക്കുമ്പോൾ വേദനയുണ്ട്. നമുക്ക് ആശുപത്രിയിൽ പോവാം. നീ ഡ്രസ്സ് മാറിക്കോ. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ ശരിയാവും. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മേ. ഞാൻ ചായക്കപ്പ് അമ്മയ്ക്ക് നേരെ നീട്ടി. വേച്ചു മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു യുദ്ധം ജയിച്ച സന്തോഷമായിരുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്ത, 5 പൈസയ്ക്ക് ഗതിയില്ലാത്ത, അച്ഛൻ ഉപേക്ഷിച്ചു പോയ, അമ്മയ്ക്ക് വേണ്ടാതായി പോയ നദി മഹാനായ ജയദേവന് ആത്മാഭിമാനം ദാനം ചെയ്തിരിക്കുന്നു. ശരീരം മൊത്തം വേദനയിൽ പുളയുമ്പോഴും എൻ്റെ മനസ്സിന് അതിയായ സന്തോഷവുമുണ്ടായിരുന്നു. പതുക്കെ അടുക്കളയിൽ കയറി അരി അടുപ്പത്തിട്ടു. വെള്ളരിയും പരിപ്പും കറിയുണ്ടാക്കി. മീനിഞ്ഞ് പൊരിക്കണോ കറി വയ്ക്കണോ എന്നോർത്തിരിക്കുമ്പോൾ, നിന്നോടാരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞെന്നും പറഞ്ഞ് സാക്ഷാൽ കല്യാണിക്കുട്ടിയമ്മ. ഇന്ന് മീനൊന്നും വേണ്ട, പോയി കിടന്നോ. എൻ്റെ ലോകം നിശ്ചലമായി നിൽക്കുകയായിരുന്നു. കല്യാണിക്കുട്ടി കണക്കുകൾ മറന്നുപോയിരിക്കുന്നു. ഞാൻ അവരെ കണ്ണു ചിമ്മാതെ നോക്കി നിന്നു. ആ ചന്ദനക്കുറി, കഴുത്തിലെ ആനച്ചങ്ങല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തലമുടി, അലക്കി തേച്ച സെറ്റുമുണ്ട്, കാതിൽ കല്ലുള്ള കുഞ്ഞു കമ്മൽ, ഓരോ കയ്യിലും 4 വളകൾ വീതം, വലത്തെ കയ്യിലൊരു മോതിരം. ലോകത്തെവിടെയും ഒരു മരുമകളും അമ്മായിയമ്മയെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടാവില്ല. അവർക്കൊരു ആനച്ചന്തമുണ്ട്. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ പോയി കിടക്കടി പെണ്ണയെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടു പോയാൽ 2-3 ലക്ഷം വിലപിടിപ്പുള്ള എൻ്റെ അമ്മായിയമ്മ നടന്നു നീങ്ങി. പയ്യെ മുറിയിലെത്തി. ഇന്നലെ 15 വർഷത്തിന് ഇടെ നടന്ന ഏറ്റവും മൂർച്ചേറിയ പീഡനത്തിന് സാക്ഷിയായ മുറി. അയാളുടെ അലർച്ച, കൂടെ കിടക്കുന്നവൾക്ക് ജീവനുണ്ടെന്നും അവൾക്ക് വേദനിക്കുമെന്നും അറിയാത്ത വർഷങ്ങൾ. കൂടിച്ചേരലിൻ്റെ സുഖം പുരുഷൻ്റേത് മാത്രമല്ല, അത് അവളുടെ ആവശ്യവും ആഗ്രഹവുമായിരിക്കണമെന്ന് ഒരു ദിവസം പോലും അയാൾ ചിന്തിച്ചിട്ടേയില്ല. എത്രയെത്ര സിനിമകൾ കാണുന്നു, ആളുകൾക്ക് മുന്നിൽ എത്ര നവോത്ഥാന പ്രസംഗങ്ങൾ നടത്തുന്നു. വിചിത്രമായ അയാളുടെ മുഖംമൂടി ഇന്ന് സ്വന്തം അമ്മയ്ക്ക് മുന്നിൽ തന്നെ അഴിഞ്ഞു വീണിരിക്കുന്നു. ജയദേവന് ഒടുക്കത്തെ ദേഷ്യമുണ്ടെന്ന് അയാൾ ബുള്ളറ്റിനെ ചവിട്ടുന്നത് കേട്ടാലറിയാം. ബുള്ളറ്റിൻ്റെ ശബ്ദം അകന്നകന്ന് പോയപ്പോൾ ഞാൻ ചെമ്പരത്തിക്കാടുകളെ തേടി. നിയമപുസ്തകം തുറന്ന് ചെമ്പരത്തി വളരാൻ കാത്തിരുന്ന അബൂട്ടിയെയും അച്ചുവിനെയും തിരഞ്ഞു. നിഷ്കളങ്കമായ പ്രണയം സൂക്ഷിക്കുന്ന അബൂട്ടിയിൽ നിന്നാണ് കഥ വികസിക്കുന്നത്. അവൻ അച്ചുവിന് മാത്രമായി മഞ്ചാടി പെറുക്കുന്നു, മയിൽപ്പീലി തിരയുന്നു, വളപ്പൊട്ടുകൾ കൊണ്ട് പൂമ്പാറ്റയുണ്ടാക്കുന്നു. സ്കൂളിൽ അവൾക്ക് കൂട്ടായി നിൽക്കാൻ മാത്രം ചില പരീക്ഷകളിൽ മനഃപൂർവ്വം തോൽക്കുന്നു. ചെറിയ സന്തോഷങ്ങൾക്കും വലിയ ദുഃഖങ്ങൾക്കും അബൂട്ടി അവൾക്ക് കൂട്ടായിരിക്കുന്നു. അച്ചുവിൻ്റെ നിഴൽ പോലെ കൂടെ തന്നെ നടക്കുന്നു. അവൾ വലിയ പെണ്ണായ ദിവസം 7 ദിവസത്തെ വീട്ടുതടങ്കലിൽ അവൾ ഇരുന്നപ്പോൾ അവൻ്റെ പരിഭ്രാന്തി നിങ്ങൾ വായിച്ചു തന്നെ അറിയണം. അബൂട്ടിയും ആർത്തവത്തെക്കുറിച്ച് പഠിച്ചു. അവളുടെ വീട്ടിൽ ഓരോ കാരണങ്ങളുണ്ടാക്കി പലവട്ടം ചെന്നു. അച്ചുവിൻ്റെ നിഴൽ പോലും കാണാൻ കഴിഞ്ഞില്ല. ഒരാഴ്ച കാണാതെ വേദന. അയാൾക്ക് ഓരോ ദിവസത്തിനും നീളക്കൂടുതൽ തോന്നി. സുന്ദരിയായ അച്ചുവിനെ കണ്ടപ്പോൾ അബൂട്ടിയുടെ കണ്ണ് നിറഞ്ഞത്. സിനിമകളിലൊക്കെ കാണുന്ന പോലെ കാലം അവരെ അകറ്റുന്നു. പുസ്തകം അടച്ച് കൈകൊണ്ട് ഞാൻ തൂക്കി നോക്കി. 200 രൂപയ്ക്കുള്ള മുതലുണ്ടോ? ഏതോ പുതിയ നമ്പറിൽ നിന്നും അപ്പോഴെനിക്ക് കാൾ വന്നു. അപ്പച്ചി നമ്പർ മാറ്റിയോ എന്നറിയാനാണ് എടുത്തത്. കണ്ണനാണ്. ടീച്ചറിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. പനി മാറിയോ അമ്മേ? ആശുപത്രിയിൽ പോയോ? കുഴപ്പമില്ല കണ്ണാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മോൻ സമാധാനമായിട്ടിരിക്കേ. ഇന്ന് പ്രസാദ് തീരെ ഉത്സാഹമില്ലാത്ത പോലെ. ക്ലാസ്സിലൊട്ടും ശ്രദ്ധിക്കുന്നില്ല. തലക്കുമ്പിട്ട് ഒരേ ഇരിപ്പാണ്. ചോദിച്ചപ്പോഴാണ് പറയുന്നത് അമ്മയ്ക്ക് പനിയാന്ന്. ഇപ്പോൾ ഭേദമായല്ലോ അല്ലേ? നിങ്ങൾ പ്രസാദിനെ നന്നായി വളർത്തിയിരിക്കുന്നു. നല്ല ഭേദമുണ്ട് ടീച്ചറെ. സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. കണ്ണൻ്റെ ടീച്ചറുടെ വാക്കിൽ ഞാനിപ്പോൾ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. പ്രസാദ് എന്ന് തന്നെ കണ്ണന് പേരിടണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു. ജയദേവൻ്റെ അമ്മ നല്ല ഭക്തിയുള്ളത് കൊണ്ടോ എന്തോ കണ്ണന് പ്രസാദ് എന്നും പാത്തുവിന് പ്രാർത്ഥനയെന്നും പേരിട്ടത്. ഇത്രയും കാലത്തെ ജീവിതം മക്കളെ സ്നേഹമുള്ളവരാക്കി വളർത്തുകയെന്നത് മാത്രമായിരുന്നു. എന്തോ വല്ലാത്ത സന്തോഷം. ആരൊക്കെയോ കൂടെയുണ്ടെന്ന് തോന്നൽ. അതിക്രൂരമായി സ്വന്തം ഭർത്താവിനാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പെണ്ണിനെ അതിൻ്റെ അടുത്ത ദിവസം അത്രമേൽ ആനന്ദകരമാവുന്നത് തീർത്തും അത്ഭുതപ്പെടേണ്ട കാര്യമാണ്. മരണതുല്യമായ ഇന്നലകളെ അതിജീവിച്ചത് ഇന്നിൻ്റെ പ്രകാശം കാണാനായിരിക്കാം. എല്ലാം ഈ ചെമ്പരത്തിക്കാട് കൊണ്ടുവന്ന ഭാഗ്യമായി തോന്നി. കണ്ണനും പാത്തുവും സ്കൂളിൽ നിന്നും വന്നതും രണ്ടാളെയും കെട്ടിപ്പിടിച്ച് ഞാൻ ഏറെ നേരം കരഞ്ഞു. കണ്ണൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കി. പാത്തു അടിച്ചുവാരി തുടച്ചു. അച്ചമ്മയും അവളും കൂടി തുണിയെല്ലാം അലക്കി. അമ്മയൊരു ദിവസം എത്ര ജോലി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ ഒരു പനി വരണം അല്ലേ അച്ഛാ? കണ്ണൻ അച്ഛന് ചായ കൊടുത്തപ്പോൾ പറയുന്നത് കേട്ടു. അവൻ അടുത്തു വന്നിരുന്നു. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പഠിക്കുക, ഡോക്ടറോ എഞ്ചിനീയറോ ആവുക, ധാരാളം പൈസ ഉണ്ടാക്കുക, വലിയ വീടും കാറും വാങ്ങുക. ഇതൊക്കെയാണോ ജീവിതം? സഹജീവികളോട് കരുണയുള്ളവരാവാൻ നമ്മൾ അവരോട് പറയാത്തതെന്ത്? പെൺമക്കളോട് ഒരുപാട്
അരുതുകൾ പറയുമ്പോൾ വിവാഹ കച്ചവടത്തിന് മെരുക്കിയെടുക്കുമ്പോൾ ആൺകുട്ടികൾക്ക് ഒരു പാഠവും പറഞ്ഞു കൊടുക്കാത്തതെന്ത്? ചെന്നു കയറുന്ന വീട്ടിൽ നമ്മൾ അവർക്കനുസരിച്ച് ജീവിക്കാൻ മാത്രം ക്ലാസ് എടുക്കുന്നത് എന്തുകൊണ്ട്? അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണണം. മറ്റംഗങ്ങളെയെല്ലാം സ്വന്തം കുടുംബമായി കണ്ട് സ്നേഹിക്കണം. എല്ലാവരും അവളുടേതാണ്. പക്ഷേ അവൾ ആരുടേതുമല്ല, പുറത്തുനിന്നും വന്നവരാണ്. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപകരണം. ഒച്ചത്തിൽ സംസാരിക്കരുത്. ആണുങ്ങൾ കൂടിയിരിക്കുമ്പോൾ പെണ്ണുങ്ങൾ സംസാരിക്കരുത്. ചെറുതും വലുതുമായ പിണക്കവും പ്രശ്നങ്ങളൊന്നും എന്നേലും വീട്ടിൽ ചെല്ലുമ്പോൾ ആരോടും അറിയിക്കരുത്. നമ്മൾ അച്ചടക്കമുള്ള രഹസ്യ സൂക്ഷിപ്പുകാരി ആയിരിക്കണം. ഗാർഹിക പീഡനം എത്രയുണ്ടായാലും സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അവളോട് ചോദിക്കാൻ എല്ലാവർക്കും 100 ചോദ്യങ്ങൾ. 5 വിരലും ഒരുപോലെയല്ലല്ലോ എന്ന തത്വം വേറെയും. അവിടെയൊക്കെ അവൻ സുരക്ഷിതനാണ്. നാളെ അവളെ ഇട്ടേച്ച് പോയാൽ പോലും അതവളുടെ കുറ്റം കൊണ്ടാണ്. ഒരു പെണ്ണ് കണ്ണു കാണിച്ചപ്പോൾ അവൻ മയങ്ങിപ്പോയതാണ്. ആണുങ്ങളായാൽ നോക്കിയെന്നും പിടിച്ചെന്നും ഇരിക്കും. കുട്ടിയും കുടുംബവുമുള്ള ആളെ തന്നെ അവൾക്ക് വേണോ? ആ തിരഞ്ഞെടുപ്പ് അവളുടെ കുറ്റമാണ്. രണ്ടിടത്തും അവൻ നാട്ടുകാർക്ക് നല്ലവനാണ്. നമ്മൾ കണ്ണകിയായിരിക്കണം. കോവലൻ മാധവിയുടെ അടുത്ത് പോയി വന്നാലും സ്വീകരിച്ചിരുത്തണം. അവൻ ആട്ടക്കാരിയുടെ മോഹവലയത്തിൽപ്പെട്ടവനാണ്. ഇനി അവൻ മരിച്ചുപോയാൽ അത് ന്യായമായ കാരണത്തിനല്ലെങ്കിൽ ചോദ്യം ചെയ്യണം. രാജ്യം കത്തിച്ചു കളയണം. അമ്മ ആരെ കത്തിക്കുന്ന കാര്യമാ പറയുന്നേ? കണ്ണൻ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. മനസ്സിൽ പറഞ്ഞ ഏതൊക്കെയോ വാക്കുകൾ ഞാനറിയാതെ പുറത്തു വന്നിരിക്കുന്നു. മോനൊരിക്കലും ഒരു പെൺകുട്ടിയെയും കണ്ണുകൊണ്ട് പോലും ഉപദ്രവിക്കരുത്. ആ നിമിഷം അമ്മ മരിച്ചു പോകും. തുടരും.